ഇതാരാടാ മാളു? നമ്മുടെ അച്ഛൻ ഡോക്ടർ രാജീവ് നായർ. നല്ല ചന്തമുണ്ട് കാണാൻ. അപ്പൊ ഇത് നമ്മുടെ അമ്മ രേണുക ടീച്ചറായിരിക്കും. അയ്യടാ, നിന്റെ അച്ഛനെക്കാളും കാണാൻ കൊള്ളാം എന്നെ. അപ്പൊ ഇതോ? നീയാടി ചേച്ചി. ആണോടാ? അപ്പൊ ഇതാരാ? ഇത് ഞാൻ. സുന്ദരിക്കുട്ടി. ഇതാരുടെ സൈക്കിളാടാ? സൈക്കിളല്ല, ഇത് അച്ഛന്റെ ബൈക്കാ. അയ്യോ, ബൈക്കായിരുന്നു. ഇത് നമ്മുടെ അച്ഛന്റെ പൊട്ടക്കാർ. സത്യം. അച്ഛാ, അടി അടി അടി. ഇത് നമ്മുടെ കുറുമ്പി പശു. ഇത് അച്ഛൻ നമുക്ക് വയ്ക്കുന്ന വീട്. അയ്യോ, മറന്നച്ചാ. അപ്പൊ പശു തൊഴുത്തോ? അത് ബാക്കിലുണ്ട്. അപ്പൊ ആരൊക്കെയാ മല കയറിയത്? ഐസ്ക്രീം മാൻ, പോലീസ്, ഡ്രൈവർ, റെസ്റ്ററല്ലേ? പപ്പടം പോലെ ചപ്പാത്തി ചുട്ടെടുത്ത് നേരെ അമ്മയ്ക്ക് കാണിച്ച് ഒറ്റയായി ചപ്പാത്തി. ഇനി ഉരുളക്കിഴങ്ങെടുത്ത് അമ്മയ്ക്ക് 4 ചുട്ട് ചുറ്റി ഉരുളക്കിഴങ്ങ്. അഞ്ജനമെഴുതുവാൻ പുടവ തുമ്പൊതുക്കുവാൻ കണ്ണന്റെ കൈവെള്ളയിൽ വെണ്ണയായി അലിയുവാൻ നീ തൊടുമുൾപ്പൂവിൻ ഇതളുകൾ തുടുക്കവേ നീലാഞ്ജനച്ചാർത്തിൽ ശലഭമായി മാറിയോ കനകനിലാവേ കനവായി പെയ്തുവോ വനമുല്ലയിൽ വീലണഞ്ഞു കുടമണി കിലുക്കിയ പകലൊരുങ്ങി കുളി കഴിഞ്ഞു പുലരി മഞ്ഞിൽ മുടി നനഞ്ഞുലയുന്നു തെന്നൽ കണ്ണെഴുതി പൊട്ടും ചൂടി വൃന്ദാവനം നിന്നിഴലിൽ ചേർന്നുണരാനിൻ ജീവനെ നിന്റെ കാലൊച്ച കാതോർക്കുവാൻ കാത്തിരിക്കും ഞാൻ വൈകും വരെ. പ്രകാശ, എന്തോ? ഇതാ വെച്ചൂർ പശുവിന്റെ അല്ലയോ? ഓ, ചുമ്മാ നോക്ക് പാല് പറയുന്നത് നിറച്ച് ഉക്കുമാമ. ഉപ്പുമാവോ?
ഉപ്പുമാ അല്ലടാ, പിന്നെ ഉപ്പുമാ എന്നൊറ്റ ചിന്തയുള്ളൂ. എന്നാ പേടിക്കാനാ? കേക്ക ജോസല്ലേ പറയുന്നത്? നോക്കാം. ആള് സ്ഥലത്തുണ്ട്. ഡോക്ടറെ നമസ്കാരം. പ്രസിഡന്റിനെ കണ്ടിട്ട് കുറെ കാലമായല്ലോ. ഈ മൃഗങ്ങളും ഞങ്ങളും ഒക്കെ പഞ്ചായത്തിന്റെ ഭാഗമാന്നേ. ഓ, ഇത് കെ ജോസാറ്. നമസ്കാരം. ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ, ജോസാറ് കോയമ്പത്തൂര്. ആളത്ര ചില്ലറക്കാരനൊന്നുമല്ലേ ഈ കെ. ഈ ചിക്കിങ്ങോ കോസ്ലിയോ KFCയോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിന് ആട് കോഴി മാട് ഇതൊക്കെ വിതരണം ചെയ്യുന്നത് കെ സാറാ. വരണം സാർ. എന്റെ പൊന്നു ഡോക്ടറെ, കഷ്ടകാലത്തിന് ഞാൻ ഈ നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങി. ഒരു പിഗ് ഫാം. ഏതോ വൈറസ് രോഗം വന്ന് 5-6 പന്നികളങ്ങ് ചത്തുന്നേ. ജനവാസ മേഖലയിൽ ആരോഗ്യ ഭീഷണി എന്ന് പറഞ്ഞ് ഫാമിനെതിരെ പരാതിയായി, പോസ്റ്റൊട്ടിക്കലായി, അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞ് ആക്ഷൻ കൗൺസിൽ വരെയായി. വാർത്തയും വായിച്ചായിരുന്നു. സാറേ, ഹെൽത്ത് മുതലുള്ള സകല ആൾക്കാരെയും ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ഫാം ഇരിക്കുന്ന പഞ്ചായത്തിന്റെ ചുമതലയുള്ള വെറ്റിനറി സർജൻ എന്ന നിലയ്ക്ക് കലക്ടറുടെ ഓർഡർ സാറിന്റെ മേശപ്പുറത്ത് വരും. അപ്പോഴേ സാർ എനിക്ക് അനുകൂലമായ റിപ്പോർട്ട് തരണം. അതെ. ഓർഡർ വരട്ടെ. പിന്നെ ഇതിനെല്ലാം അതിന്റെ ചില നടപടിക്രമങ്ങളുണ്ടല്ലോ. ഫാം കാണണം, പന്നികളുടെ ബ്ലഡ് സാമ്പിൾ ശേഖരിക്കണം, ലാബ് റിപ്പോർട്ട് കിട്ടണം. എന്തോന്ന് ലാബ്, എന്തോന്ന് ബ്ലഡ്, ഇതൊക്കെ സാറിന്റെ പേനത്തുമ്പിൽ ഇരിക്കുന്ന കാര്യങ്ങളല്ലേ. അറിയാലോ അതിന്റെ ഒരു രീതി. ഒരു കൈക്കൂലി ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതിന് കൈക്കൂലി എന്നൊന്നും പറയാതെ സാറേ, ഒരു പരസ്പരമുള്ള സഹായം. സാറിന് മുമ്പിരുന്ന ആ പീതാംബരൻ ഡോക്ടർ എന്ത് നല്ല മനുഷ്യനായിരുന്നു. പീതാംബരൻ സാറ് കൈക്കൂലി വാങ്ങിക്കുന്നത് കണ്ടാ കൊതിയാവും. പീതാംബരനല്ല രാജീവൻ. പ്രസിഡന്റ്, നിങ്ങളെപ്പോലെ ജനപ്രതിനിധി ഇങ്ങനെ സംസാരിക്കരുത്. മനുഷ്യരാശിയെ ഭീതിയിലാഴ്ത്തിയ മഹാമാരികൾ പലതും ഉണ്ടായത് ഈ ജന്തുക്കളിൽ നിന്നാ. പക്ഷിപ്പനി, ആന്ത്രാക്സ്, മാഡ്കോ, എയ്ഡ്സ്, അങ്ങനെ പലതും. കളക്ടറുടെ ഓർഡർ വന്നാ എനിക്ക് പരിശോധിച്ചേ പറ്റൂ. റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഫാം പൂട്ടേണ്ടി വരും. അയ്യോ, ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയല്ലേ. ലക്ഷങ്ങളുടെ മുതലാ. സാറ് വിചാരിക്കുന്നതിൽ ഒരു പ്രശ്നമില്ലെന്നേ. അല്ലേടോ? എങ്കിൽ പിന്നെ സാറിന് അതിനെ പേടിക്കുന്നത്. രാജു സാറേ, സാറ് പറ, എത്ര വേണ്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ സാറേ. പെട്ടെന്നൊരു തീരുമാനം പറയണ്ട, സാർ നന്നായിട്ടൊന്ന് ആലോചിച്ചേ. എന്നാ പിന്നെ ഞങ്ങള് അപ്പോ വരട്ടെ സാർ. ആയിക്കോട്ടെ. അതൊക്കെ ശരിയാവുന്നേ. ശരിയാക്കണം. ജോർജ് സ്വപ്നം കണ്ട് നിൽക്കാതെ അങ്ങോട്ടും കൂടെ അടിക്കേ. എത്ര നേരം ഇവരടുത്ത് തന്നെ. മോനാ, അവിടെ ഒന്ന് പരിങ്ങണ്ട, ഇങ്ങ വാ. ഇത് നിന്റെ തെറ്റപ്പാന്ന് എനിക്കറിയാം. എന്തിനാ സാറേ വന്നു കയറിയ മഹാലക്ഷ്മിയെ പറഞ്ഞു വിട്ടത്? ഈ കൈക്കൂലി മേടിക്കാത്തവരാരും ഇവിടെ ജീവിക്കുന്നില്ലെന്നാണോ മോനും പറയുന്നത്? ജീവിക്കും, അലഞ്ഞു തിരിഞ്ഞ് പിച്ചക്കാരെ പോലെ ജീവിക്കും. ആർക്കു വേണ്ടിയാ സാറേ? സർവീസിൽ കയറിയിട്ട് എത്ര കാലമായിടവേ, ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ. എന്തിന്? സ്വന്തമായിട്ടൊരു കൂര പോലും ഇല്ലല്ലോ. 2 പെമ്മക്കളാ വളർന്നു വരുന്നത് എന്നൊക്കെയല്ലേ സാറിനോട് പറയാറ്. അതുകൊണ്ടാ ഞാൻ ആ കേക്കെ ഇങ്ങോട്ട്. എന്റെ സാറേ, കൂടി വന്നാൽ ഒരു 3 മാസം, അതിനുള്ളിൽ ആ ശങ്കരമേനൊരു വീടൊഴിഞ്ഞു കൊടുക്കണ്ടേ? നീ വീട് തപ്പാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. അതാ അതിലും രസം. കാർ പോർച്ചുള്ള വീട് കിട്ടുമ്പോ അവിടെ പശുത്തൊഴുത്തുണ്ടാവില്ല. ഇനി പശുത്തൊഴുത്തുണ്ടെങ്കിൽ അവിടെ കാർ പോർച്ചും ഉണ്ടാവില്ല. എനിക്കൊരു ഐഡിയ തോന്നുന്നു. വളരെ മനോഹരമായ കാർ പോർച്ചുള്ളൊരു വീട് കിട്ടിയിട്ടുണ്ട്. ആ തല്ലിപ്പുള്ളി പാട്ട കാറങ്ങ് വിറ്റിട്ട് ഈ കാർ പോർച്ച് നമുക്ക് പശുവിനെ കിട്ടിയല്ലോ. ആ കാർ പോർച്ചയില് പശുവിനെ വേണ്ട, നിന്റെ അതാകുമ്പോ നിറഞ്ഞു നിന്നോളൂ. വേണ്ടായിരുന്നു, ഐഡിയ പറയണ്ടായിരുന്നു. പക്ഷേ ഈ ടൈൽസ് മതി കേട്ടോ നമുക്ക് ബാത്റൂമില്. എന്തിനാണത്? അത് മറ്റാ നല്ലത്. ഞാൻ എപ്പോഴും ആലോചിക്കാം, നിനക്ക് ഫ്രീ ആയിട്ട് പ്ലാൻ വരച്ചു തരാൻ എനിക്കെന്റെ തലയിൽ കൂടെ വണ്ടി ഓടാണോ? ഒരു സാധാരണ ആർക്കിടെക്റ്റും ക്ലയന്റും തമ്മിലുള്ള ബന്ധമാണോ ചായ നമ്മുടേത്? അങ്ങനെ ആവണം. അല്ലാത്തോണ്ടാ നീ എന്റെ തലയിൽ കയറി ചെവി കടിക്കുന്നേ. ഇതാ സർ പ്ലാൻ. ഇതാ ഇവിടെ കൊടുക്ക. നോക്ക് നോക്ക് നോക്ക്. തിരിച്ചാ. നിന്റെ മുഖത്ത് അത്ര പ്രസാദം കാണുന്നില്ലല്ലോടെ. നീ അതും നോക്കിക്കൊണ്ടിരിക്കാതെ കാര്യം തുറന്ന് പറ. ഈ ഡോർ ഇവിടെ വന്ന ഈ പാസേജ് പാസേജ് എടാ, പാസേജിന് ഒരു കുഴപ്പമില്ല. അതെ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാര്യം പറ. സത്യം പറയല്ലോ ചായ, നീ പറ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിന്റെ മോന്ത കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. എടാ, എനിക്കറിയാൻ മേല ഞാൻ ചോദിക്കാം. നിന്റെ മനസ്സിലുള്ള വീടൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോ ഒരു ഗൾഫുകാരൻ അബൂബക്കറിന് വരച്ചു കൊടുത്ത ഒരു വീട് കാണിച്ചില്ലായിരുന്നോ? അതിന്റെ ഒക്കെ ഒരു ടോപ്പിൽ നിൽക്കണം, ആളുകൾ കാണുമ്പോ ഞെട്ടണം. നിർത്ത്. നിന്റെ രോഗം എനിക്ക് മനസ്സിലായി. എടാ, നീ വീട് പണിയുന്നത് നിനക്കും കുടുംബത്തിനും താമസിക്കാനാണോ അത് നാട്ടുകാരെ കാണിക്കാനാണോ? നാട്ടുകാരെ കാണിക്കാനല്ലേ, പിന്നെ വീടിനകത്ത് മാത്രം നമ്മൾ പെയിന്റ് ചെയ്താ പോരെ? എടാ, അബൂബക്കറിന്റെ വീട് പണിത് തീർന്നപ്പോ എത്ര ലക്ഷമായെന്ന് നിനക്ക് അറിയാവോ? അച്ഛന് വരച്ചു തരാൻ പറ്റൂല്ലയോ? അത് പറഞ്ഞാൽ മതി. ഇതും കൂട്ടി നിനക്ക് വേണ്ടിയുള്ള 18ാമത്തെ പ്ലാനാ. അല്ല, നിന്റെ കയ്യിൽ അത്രയും കാശുണ്ടോ രാജീവ?
ഈ കിടക്കുന്ന നാളുകാരെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോടി. കൃഷ്ണമാമ വാ. അവനുണ്ടോടി? വന്നില്ല അമ്മാവ. കൃഷ്ണമാമ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. വേണ്ട. എന്നാ തണുത്തതെന്തെങ്കിലും? എന്താ എനിക്കൊരു ചായ കുടിച്ചാൽ? വാ വാ. വലിയ മാമ ഒരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്. കപ്പലണ്ടി പൊട്ടായി. പരിചയമില്ലാത്ത ആൾക്കാരുടെ ഒന്നും വാങ്ങി തിന്നരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ചായ. അല്ലമ്മാവ, പിള്ളേരറിയാതെ. പിള്ളേരറിയണം, അറിയിക്കണം. സ്വന്തം ബന്ധം അറിഞ്ഞു വേണം വളരാൻ. മുതിർന്നവർ വേണം അത് പറഞ്ഞു കൊടുക്കാൻ. എവിടെ പോയിട്ട് വരുന്ന വഴിയാ? ഒരു കേസ് കൊടുത്തിട്ട് വരിക. എന്താ അമ്മാവ? കണ്ട അലപലാദികളെല്ലാം എന്റെ പറമ്പിൽ കയറി പുല്ല് പറിച്ചോണ്ട് പോവുക. പുല്ലല്ലേ അമ്മാവ, കൊണ്ടുപോട്ടെ. അങ്ങനെ എന്റെ പറമ്പിലെ പുല്ല് കണ്ടുകൊണ്ട് ആരും പശുവിനെ വളർത്തണ്ട. അല്ല, ഞാൻ പൊതുവായിട്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിന്റെ കെട്ടിയവൻ മൃഗഡോക്ടർ, അതായത് എന്റെ അടുത്തവൻ, അവനുമായിട്ടുള്ള കേസ് സിവില്. അതിങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. ഉടനെ ഒന്നും തീരത്തില്ല. ഇയാൾ ഇപ്പോഴും അവന് പൈസ അയച്ചു കൊടുക്കുന്നുണ്ടോ? ഓ, ഞാനിവിടെ വന്ന് നിന്റെ കയ്യിൽ നിന്ന് ഒരു ചായ വാങ്ങിച്ചു കുടിച്ചെന്ന് കരുതി എനിക്ക് അവനോടുള്ള മനോഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ആ കൃഷ്ണമാമേനതാ ചീറിക്കൊണ്ടുപോകുന്നു. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അമ്മാവന്റെ മോളെ അങ്ങ് കെട്ടിയാ പോരായിരുന്നോ? 3.5 ഏക്കർ പുരയിടവും നല്ലൊരു വീടും. സെന്റിന് 1 ലക്ഷം രൂപ വെച്ച് 3.5 ഏക്കറിന് 3.5 കോടി രൂപ. 3.5 കോടി രൂപ കിട്ടും. പക്ഷെ ഇതുപോലെ കിട്ടില്ലല്ലോ. നീ ഇങ്ങേരുടെ മോളെ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെ ചുവന്നു കൊടുത്തിരിക്കുന്നു നോക്കുക വേണ്ട. അമ്മായുടെ തനി പാർപ്പായിരുന്നു. നല്ല കരുവീട്ടി നിറം, 4 അടി പൊക്കം, പിന്നെ ഭംഗിക്ക് ഒരു കോങ്കണ്ടം. അമ്മാവൻ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത് അവള് മരിക്കാൻ കാരണം ഞാൻ അവളെ കെട്ടാത്തോണ്ടാണ്. ശരിക്കും അങ്ങനെ വല്ലതും ആയിരുന്നോ? അവക്ക് മഞ്ഞപ്പിത്തമായിരുന്നേ. ആ മഞ്ഞപ്പിത്തം വെച്ചോണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ കൊടൈക്കനാലിൽ പോയി. അവിടെ വെച്ചവള് മരിക്കുന്ന. ഇത് അമ്മാവനും അറിയാം. പിന്നെ ആ സ്ഥലം എന്റെ പേര് എഴുതി തരാതിരിക്കാനുള്ള ഓരോ സെന്റിമെന്റ്സ് അല്ലേ. ഇത് ഏതോ ഐറ്റം. അച്ഛന്റെ കുട്ടിസാകളെന്ന് ആ ചീരം പടവലൊക്കെ എടുത്തിട്ട് വാ പോ. പെണ്ണുമ്പളെ, എനിക്കൊരു ചായയും 2 കടിയും. ചായ തരാം. എന്നാ കടി ഞാനും തരാം. വാ. ഐസക് അച്ഛൻ വരയ്ക്കുന്ന ഒരു പ്ലാനും പിടിക്കില്ലാന്ന് വെച്ചാ പിന്നെ എങ്ങനെയാ രാജുവേട്ടാ? അങ്ങനെ വീട് വെക്കാൻ പറ്റുമോ? എടിയൊന്ന് മറച്ചു കിട്ടിയാൽ അതൊരു വീടാ. അത് മതിയോ? ആര് കണ്ടാലും കൊതിച്ചു നിൽക്കണം. ഡോക്ടർ രാജീവിന്റെയും രേണുക ടീച്ചറിന്റെയും വീട്. ഓട്ടോമാറ്റിക് ഗേറ്റ് തുറന്നാൽ വിശാലമായ പൂന്തോട്ടം, നടവഴി, പടിക്കെട്ട്, ഇറ്റാലിയൻ മാർബിൾ പതിച്ച അകത്തളം, മോഡുലാർ കിച്ചൺ, പിന്നെ നമുക്ക് എന്നും സൂര്യോദയം കണ്ടെണീക്കാൻ പറ്റിയ വിശാലമായ ബാൽക്കണികളുള്ള മാസ്റ്റർ ബെഡ്റൂം, പിന്നെ നമുക്ക് ഒരുമിച്ച് കുളിക്കാൻ ഒരു ജക്കൂസി. ജക്കൂസിയോ? അതെന്നതാ? അതൊക്കെ എന്നാന്ന് എനിക്ക് വലിയ പിടിയില്ല. ഐസക് അച്ഛൻ പറഞ്ഞ എന്തോ ഒരു സംഭവം. ഞാൻ ആദ്യം വിചാരിച്ച് ഈ കുളിക്കാനുള്ള ടബ് ഒറ്റാണ്. കുളിക്കാനുള്ള ഒരു കൃതാപ്പ് തന്നെ. അപ്പോ നമ്മൾ ഈ വാങ്ങിച്ചിട്ട സ്ഥലത്ത് അങ്ങൊരു വീട് വന്നോണ്ടല്ലോ, എങ്ങനെ ഇരിക്കുന്നറിയോ? അതെ, വൈകുന്നേരം പ്രസാദ് വന്നായിരുന്നു. വീട് പണി ഉടനെ തുടങ്ങുവാന്ന് പറഞ്ഞപ്പോ തടിപ്പണിക്കുള്ള തേക്കോ ആഞ്ഞിലിയോ തറവാട്ടിന്ന് വെട്ടിക്കോളാൻ പറഞ്ഞു. വേണ്ട, അനിയന്റെ പറമ്പിലെ തേക്ക് വെട്ടി എന്തായാലും രാജീവിന് വീട് പണിയണ്ട. രാജീവേട്ടന് ഭാഗം കിട്ടിയ സ്ഥലത്തല്ലയോ ആ തേക്ക് നിൽക്കുന്നത്? ഭാഗം കിട്ടിയ സ്ഥലം വിചാരിച്ചു. എടി, നിർമ്മൽ ചേച്ചിയുടെ മോളുടെ അഡ്മിഷന് വേണ്ടിയാണെങ്കിൽ നമ്മൾ അവന് പറ്റിയ സ്ഥലവാ. അതിപ്പോ അവന്റെ സ്ഥലമല്ലേ. അതുകൊള്ളാം. ഈ പറഞ്ഞ നിർമ്മല ചേച്ചി പ്രസാദിന്റെയും കൂടെ ചേച്ചി അല്ലയോ? നിന്നെ ആംഗിളിൽ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ? കടിച്ചോ, മുറിക്കരുത്. കണ്ണാടി കള്ളങ്ങൾ ചൊല്ലും രാത്രിയിൽ
കസവിടും നാണമോ കനവുകൾ തേടും എൻ വിരൽ തുമ്പിൽ നനയുന്നു നീയും നിലാമഴയായി കൊഞ്ചൽ കാക്കും ചുണ്ടിൻ ചിങ്കാരപ്പെയ്ത്തിൽ രാവുമാഞ്ഞുവോ കണ്ണാടി കള്ളങ്ങൾ ചൊല്ലും രാത്രിയിൽ കസവിടും നാണമോ കർണികാരങ്ങളിൽ സ്വർണതാരങ്ങളിൽ കണ്ടു ഞാൻ നിന്നെയൻ സ്വന്തമേ തെന്നലേ നിന്നെ ഈറനാം സന്ധ്യയിൽ മഴവില്ലൂഞ്ഞാലിൽ കാത്തു ഞാൻ പൂമുഖവാതിൽ പാതിചാരി നീ കാത്തിരിക്കും നേരമോ കണ്ണിൽ കിന്നാരം മിന്നലിൽ മാമഴത്തുള്ളി തേടി ഞാൻ നിന്നെയൻ താരമേ കൺമണി സ്നേഹമാം വാർമുകിൽ പന്തലിൽ രതിലോല മഞ്ചത്തിൽ ചേർത്തു ഞാൻ കുങ്കുമം ചോരും പൊൻതിടമ്പിൽ നീ ഓർത്തിരിക്കാൻ മാത്രമായി ചുംബനത്തിൽ കണ്ണാടി കള്ളങ്ങൾ ചൊല്ലും രാത്രിയിൽ കസവിടും നാണമോ കനവുകൾ തേടും എൻ വിരൽ തുമ്പിൽ നനയുന്നു നീയും നിലാമഴയായി കൊഞ്ചൽ കാക്കും ചുണ്ടിൻ ചിങ്കാരപ്പെയ്ത്തിൽ രാവുമാഞ്ഞുവോ തങ്കമണി കിടാവിനെ മാറ്റി കെട്ടണേ അല്ലെ വൈകുന്നേരം കറക്കാൻ നേരത്തെ ഒരു തുള്ളി കാണത്തില്ല. നീ ഓടി വാ. മതി, ഭയങ്കര സൗന്ദര്യം. ചേച്ചി കേറല്ലേ? സാറേ പോലെ പ്രസിഡന്റ് വാ. സാർ വാ. ഗുഡ് മോർണിംഗ്. രാജീവൻ ഡോക്ടർ സെറ്റപ്പ് കൊള്ളാമല്ലോ. ഈ മോഹനം പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിശ്വസിച്ചില്ല. മുറ്റത്തൊരു വൈക്കോൽ കൂന, 4 ചുറ്റും പറമ്പ്, വാടകയ്ക്ക് താമസിക്കുന്ന വീടാണെന്നേ പറയില്ല. സാറിന്റെ വീട് ഇവിടെ അടുത്താണെന്ന് പറഞ്ഞപ്പോ വീട്ടിൽ കയറി ഒരു ചായ കുടിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് കേൾക്കാൻ സാറേ. വേണ്ട വേണ്ട വേണ്ട, ഒന്നും വേണ്ട. ഒരു വഴിക്കിറങ്ങിയാൽ തിരിച്ചു കയറാൻ പാടില്ലെന്ന പ്രമാണം. ടീച്ചർ ഒരു ചായ എനിക്ക് കിട്ടുമെന്നു, ഞാനത് കുടിച്ചു, അത്രേ ഉള്ളൂ. നല്ലത്. രാജീവ് സാർ ഇന്നലെ വിളിക്കുന്ന പ്രസിഡന്റ് പറഞ്ഞത്. പ്രസിഡന്റോട് ഞാൻ അങ്ങനൊന്നും. അല്ല മോഹന, അങ്ങനെയല്ലേ പറഞ്ഞത്? ഞാൻ അത് ഡോക്ടറെ ഒരു മിനിറ്റ് ചെല്ലേ, ഞാൻ പിടിക്കാം. പിന്നെ ക്യാഷ് കാറിൽ കൊണ്ടു, പേപ്പേഴ്സ് ഡോക്ടർ കയ്യിലുണ്ടല്ലോ, ഒരൊറ്റ ഒപ്പ്. സാർ ഞാൻ പറഞ്ഞല്ലോ ആ ലാബ് റിപ്പോർട്ട് വരാതെ. അയ്യോ പിണങ്ങണ്ട. ഞാൻ ഇതുവഴി ചുമ്മാ വന്നു, ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഡോക്ടർ ഒന്ന് ആലോചിക്കും. പ്രസിഡന്റ്, ഡോക്ടർ ഓഫീസിൽ ചെന്ന് ഫോൺ ചെയ്യും. ഓ ശരി. ടീച്ചറിന്റെ വീട് പ്ലാപ്പള്ളിലാണല്ലേ? പ്രസിഡന്റ് പറഞ്ഞു. എന്റെ പെങ്ങള് സൂസന എവിടെ കെട്ടിച്ചേക്കുന്നത്? കിളിക്കോട്ടിൽ ഫൈനാൻസ് സാബുവേ. എന്നാ പിന്നെ ആയിക്കോട്ടെ.
നല്ല മനുഷ്യൻ. രാജീവൻ സാറേ, ആള് ചെറിയ പുള്ളിയല്ലാന്ന് ഇനി ഞാൻ പറഞ്ഞു തരണോ? ടീച്ചർക്ക് അറിയാലോ കിളിക്കുട്ടിൽ ഫാമിലിയെ. ആലോചിക്കേ. നീ അങ്ങോട്ടോ. ഞാൻ 2 ദിവസം ലീവാ. പ്രസിഡന്റ് പോലെ അയാൾ ആരാ രാജീവേട്ടാ? എടി അയാളാ ഞാൻ പറഞ്ഞ കേക്കേ. ചെറിയ ഓഫർ ഒന്നുമല്ല വെച്ചിരിക്കുന്നത്, ലക്ഷങ്ങളാ. പന്നികളുടെ ബ്ലഡ് സാമ്പിൾ പരിശോധിക്കാതെ ഞാൻ പേപ്പേഴ്സ് ഒപ്പിടുകയില്ല. നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യുമ്പോ തിരികെ ഒരു സഹായം എടുത്താ ആരും ഒന്നും പറയത്തില്ല. നീ മോഹനെ പിടിക്ക് വന്നോ? ഇനിയിപ്പൊ ഞാനിത് പറഞ്ഞതിന് മുഖം വീർപ്പിക്കണ്ട. തറവാട്ടി പോവോ? തേക്ക് നോക്ക്. ഏട്ടൻ വീട് പണി തുടങ്ങാൻ തീരുമാനിച്ചു രേണുവെടുത്ത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. മരമായിട്ട് ഇവിടെ നിർത്തിയിട്ട് എന്നതാ കാര്യം? ഏട്ടൻ ആവശ്യമുള്ള വെട്ടിയെടുത്തോ, എനിക്ക് എന്നതായാലും വേണ്ട. ഇതിന് നല്ല കാതൽ കാണുമല്ലോടാ. ആ, ഇവിടെ നിന്നാകുമ്പോ റോഡിലോട്ട് കെട്ടി വലിക്കാൻ എളുപ്പാ. ആ കൊച്ചു റോഡ് വരെ മിനി ലോറി വരത്തില്ലയോ? പിന്നല്ലയോ? ആ, പ്രസാദേട്ടൻ ഇത് എന്തോന്നും ഭാവിച്ചോണ്ടോ? ഇത് തന്നെ മതിയുടെ പ്രസാദേ. ഇതാകുമ്പോ കട്ടിലല്ല ഇതുകൊണ്ട് തീർക്കാം. ബാക്കിയുള്ള മില്ലിന്ന് വാങ്ങിയാൽ മതിയല്ലോ. അയ്യോ രാജുവേട്ടൻ, ഞാൻ അതങ്ങ് പറയാൻ മറന്നേ. കഴിഞ്ഞ പെരുമഴയത്തെ ഇതിന് ഇടി വീണതാ. വെട്ടിയാർത്ത് ഉരുപ്പടിയാക്കി 6 മാസം കൊണ്ട് കുത്തല് വീഴത്തേ ഉള്ളൂ. എടി ഇടി വീണതാ കൊച്ചു തേക്കിനല്ലയോ? ഒടുക്കലത്തെ മറവിയാന്നേ. ദേ ഈ തേക്കിന് തന്നെ ഇടിമിന്നൽ വീണേ. ദേണ്ടേ അതിരെ നിൽക്കുന്ന ആ തേക്കുണ്ടല്ലോ, അത് കൊള്ളാം. അത് വെട്ടിക്കോ. അത് പിഞ്ചു തേക്കല്ലേ? പിഞ്ചു തേക്കോ? കൊള്ളാം. അത് നല്ല 1-ാം തരം കാതല. ഏട്ടാ, ജനൽ ചട്ടത്തിന് പ്ലാവാ നല്ലത്. പുറകുവശത്തൊരെണ്ണം നിൽപ്പില്ലയോ? അതൊട്ട് കായ്ക്കുന്നതുമില്ല. ദേണ്ടേ കിടക്കുന്നു. ആരാ പറഞ്ഞേ? കഴിഞ്ഞ ആഴ്ച ചക്കത്തോരൻ നന്നായി എന്ന് പറഞ്ഞപ്പോ ഏത് പ്ലാവിലെയാന്നാ വിചാരിച്ചേ? അത് ശരിയാ, എന്നാ തോരനായിരുന്നു. ഞാനതങ്ങ് മറന്നു. ദേണ്ടേ ആ തെക്കേ അറ്റത്ത് നിൽക്കുന്ന ആ പ്ലാവുണ്ടല്ലോ, അത് വെട്ടിക്കോ. ഇച്ചിരി കേടുണ്ടേലും വെട്ടി അറുത്തെടുത്താൽ നല്ല മഞ്ഞൾ പോലെ ഇരിക്കും. അതാ കളറ്. നിങ്ങളാവുന്ന പോയി നോക്കിയാട്ടെ. ഞാൻ അപ്പഴത്തേക്കും ചായ എടുത്തോണ്ട് വരാം. നോക്കാം. ചേമ്പലയില് വെള്ളം കൊണ്ടുപോകുന്ന പോലെ ചേട്ടാ ഞാനിതങ്ങ് കൊണ്ടുപോകുന്നേ. വലിയടത്ത് നിന്നും ഏട്ടൻ തന്നെയല്ലേ കല്യാണം കൊണ്ടുവന്നേ. അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവോ ഏട്ടാ? അവള് പറഞ്ഞല്ലോ എന്നതാ തെറ്റ്. നിനക്ക് വാങ്ങാൻ കിട്ടിയ പറമ്പിലത്തേക്ക് അവക്കൂടി അവകാശപ്പെട്ട മരങ്ങള്. അത് ചോദിക്കാൻ വന്ന ഞാനില്ലയോടാ പോഴൻ. പെട്ടെന്ന് ഓർത്താ ഈ തേക്ക് നട്ടതാരാന്ന് ഓർമ്മയുണ്ടോ? നീ എന്നടാ പോയി? ആ, അച്ഛൻ നിന്റെ കൈ പിടിച്ച് നടിച്ചതാ. അന്ന് അച്ഛൻ കരുതി കാണും ഈ തേക്ക് നിനക്കൊള്ളാന്ന്. എനിക്കിത് വാഴത്തില്ല. ഞാൻ പോട്ടെ. വരാനിക്കുന്ന ചായയും കൂടെ നീ കുടിച്ചോ. 32 വയസ്സ് പ്രായമുള്ള തേക്ക് 32 വയസ്സുള്ള ഞാൻ തന്നെ നട്ടോ? ജനിച്ച ഉടനെ അങ്ങ് നട്ടോ? സ്കൂളിന്റെ ബാക്ക് സൈഡിൽ മതിൽ കെട്ടുന്ന കാര്യം ഇപ്രാവശ്യത്തെ PTA മീറ്റിംഗിൽ ചർച്ച ചെയ്യാന്നാ പറഞ്ഞത്. എത്ര ചർച്ച നടന്നതാ എന്റെ രേണു ടീച്ചറെ? നോക്കാം. ഇതൊക്കെ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. ഫണ്ടിന്റെ കാര്യം പ്രശ്നം. അതാരാ ടീച്ചറെ? രാജീവേട്ടന്റെ ബ്രദറാ. ബാലേട്ടൻ ഇത് എവിടെ പോയിട്ട് വരും? എങ്ങും പോയതല്ല, നീങ്ങി വന്നേ. എന്തുവാ? അവനെന്നാ നാണമില്ലേ? അവനല്ലാതെ വേറെ ആരെങ്കിലും തറവാട്ടി ചെന്ന് തടി ചോദിക്കോ? എനിക്ക് കേട്ടപ്പോ മുതൽ അങ്ങ് പെരുത്തു വരുവാ. ബാലേട്ട, അത് പ്രസാദ് വന്ന് ഒരുപാട് നിർബന്ധിച്ചപ്പോ. ഓ പിന്നെ നിർബന്ധിച്ച ഉടനെ അങ്ങ് കേൾക്കുന്ന ആള്. ടിംബർ എക്സ്പോർട്ടറായ മുഹമ്മദ് ആജി ആൻഡ് സൺസിന്റെ അക്കൗണ്ട്സ് നോക്കുന്നത് ഞാനാ. എന്റെ അനിയന് വേണ്ടിയാന്ന് പറഞ്ഞ ആജിയാര് തടി മുറ്റത്തിട്ടേച്ചു പോകും. ഇതൊരു 1000 തവണ അവനോട് ഞാൻ പറഞ്ഞതാ. ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാന്ന് വെച്ചാൽ അവൻ വാങ്ങില്ല. വലിയ അഭിമാനിയല്ലേ? എന്നിട്ട് തറവാട്ടി ചെന്ന് തടി ചോദിച്ചിരിക്കുന്നു. നാണം കെടാൻ. ബാലേട്ട, ഞാൻ നിർബന്ധിച്ചിട്ടാ. എനിക്ക് വേണ്ടിയാ പോയത്. എന്റെ കുറ്റവാ. ഓഹോ, അപ്പൊ നീയും കൂടി കൂട്ടുനിന്നിട്ടാ ഈ പ്രോഗ്രാം. ഈ വീടെന്ന് പറഞ്ഞോണ്ടിരുന്നാലേ വീടാകത്തില്ല. പെട്ടെന്ന് അതങ്ങ് തട്ടിക്കൂട്ടാൻ പറ. എന്നാലേ ഞാൻ അങ്ങ് പോവുക. കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടാവില്ലേ? ആ, എന്തായി രേണു വീട് പണിയുടെ കാര്യങ്ങള്? ഐസക്കച്ചായൻ പ്ലാൻ വരയ്ക്കുവോ അമ്മേ? ആ, വരപ്പ് തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. ആ സ്ഥലം വിറ്റിട്ടേ ടൗണിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ പറ അവനോട്. ഫ്ലാറ്റില് പശുവിനെ വളർത്താൻ പറ്റില്ലല്ലോ അമ്മേ. ഓ, ഇവൻ വെക്കുന്ന വീട്ടിലെ ഒരു പശുവോ പട്ടിയോ ആയിട്ട് ജനിക്കുന്നതാണ് ഭേദം. ഇന്ന് ഇവിടെ കിടക്കമ്മേ. പിള്ളേരുടെയും കൂടി ഒരു ആശയല്ലേ. ഇനി ഒരിക്കൽ ആവാടി മോളെ, ഞാൻ വരാം. അമ്മ ഇവിടെ ഒന്നും കിടക്കത്തില്ലടി. പാലേട്ടിനെ സിന്ധു എടുത്ത് എടുത്താകുമ്പോ അമ്മയ്ക്ക് സുഖമല്ലേ? രാവിലെ അമ്പലത്തിൽ പോവാൻ കാറ്, AC റൂം, ആടാൻ കട്ടില്, ആവശ്യത്തിന് വേലക്കാര്, കരിയും പുകയടിച്ച് ഈ കൂനാച്ചി പുരയിൽ അമ്മ കിടക്കുവോ? രാജീവ, നീ എന്റെ വായിന്ന് വല്ലതും കേക്കും. നമ്മള് 3-ാം നാളാ പറഞ്ഞു തുടങ്ങിയാലേ ചേരത്തില്ല.
നീ വീട് വെക്കുന്നുണ്ടോ ഇല്ലയോ? തുടങ്ങി പിന്നെ അമ്മ അങ്ങനെ പണി ഉറങ്ങാൻ പറ്റുമോ? ലോണിൽ നിൽക്കത്തില്ല കാര്യങ്ങള്. കാശ് വേണ്ടായോ? ബാലനോടും പ്രസാദിനോടും നിനക്കൊന്ന് ചോദിച്ചാലെന്താ? അത് വേണ്ട, പിന്നെ എല്ലാവർക്കും ഒരു പറച്ചിലാവും. എന്തിനാ വെറുതെ? എടാ, കൂടപ്പിറപ്പുകളായാൽ അങ്ങനെയാ, മേടിച്ചും കൊടുത്തും ഒക്കെ ഇരിക്കും. ബാലൻ എങ്ങനെയാ CA കാരനായത്? പ്രസാദിനെ ഗൾഫിൽ വിട്ടതാരാ? എടാ, കുടുംബത്താദ്യമായി സർക്കാർ ശമ്പളം കൊണ്ടുവന്നവനാ നീ. നീ ഒരു സഹായം ചോദിച്ചാ അവർക്ക് തരാൻ ബാധ്യതയുണ്ട്. എല്ലാവർക്കും വലിയ വീടും ചുറ്റുപാടും ഒക്കെ ആയി കഴിയുമ്പോ നീ മാത്രം ഇങ്ങനെ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ ശരിയാവത്തില്ല. മോളെ, മക്കളെ, അച്ഛമ്മ ഇറങ്ങട്ടെ. എന്റെ അമ്മേ, പോടാ. ഞാൻ പൊക്കി കേട്ടണോ? പിന്നെ സൂക്ഷിച്ചോ. ഇവിടെ പേരെന്നതാ? കാദംബരി. ഞങ്ങള് കാത്തോന്നാ വിളിക്കാറ്. കാത്തു. ഓക്കെ. അവക്ക് പിണക്കം അങ്ങോട്ട് മാറിയിട്ടില്ല. സാറിനെ കാണും മാറേണ്ടതാണല്ലോ. വെള്ളം സോപ്പ് വേണ്ട, സോപ്പാണ്. കരച്ചിലൊക്കെ നിന്നോളും. ഇത്തവണ ഏതായാലും ശരിയാവും. എന്റെ സാറേ, ആകെ ഒരു ആശ്രയം ഈ പശുവാ. ഇത്തവണയെങ്കിലും ചെനയെന്ന് പിടിച്ചാ മതിയായിരുന്നു. ഫാമിന് ക്ഷീരധാരാ പദ്ധതി പ്രകാരം കിട്ടിയതാ. ചേച്ചി പേടിക്കണ്ട, ഇത്തവണ എന്തായാലും ഒരു കുഞ്ഞിക്കാല് കാണും. സാറാക്കരുത് മിടുക്കനല്ലേ. ഇതെന്നാ ഈ വീട് പാതി വഴിയാക്കി നിർത്തിയേ? പഞ്ചായത്തിന്റെ ലോണാ സാറേ. ഇത്രയും തട്ടിക്കൂട്ടിയപ്പോഴേക്കും കയ്യിലെ കാശ് തീർന്നു. കടത്തെ കടവും ആയി. പ്ലാനിങ്ങിന്റെ നിങ്ങളുടെ പ്ലാനിങ്ങിന്റെ കുഴപ്പാ. അത് പിന്നെ പ്ലാനൊക്കെ പഞ്ചായത്തിന്റെയാ സാറേ. പഞ്ചായത്ത് പറയുന്ന പ്ലാനിലല്ലേ നമുക്ക് പണിയാൻ പറ്റൂ. അവരുടെ പ്ലാനിൽ തന്നെ പണിതോ. പക്ഷെ നമ്മൾ പറയുന്ന ചില ഐഡിയാസും കൂടെ ആകുമ്പോ എന്ന് വെച്ചാല് ഈ ചായപ്പൊക്കെ നട്ടി റൂം അവിടെ പണിയാം. ഇവിടെ ഒരു സിറ്റ് ഔട്ടിനുള്ള സാധ്യത ഇല്ലയോ? പിന്നെ അല്പം കൂടെ മനസ്സ് വെച്ചാലേ ഇവിടെ ഇങ്ങനെ മറച്ചു കെട്ടി ഒരു കാർപ്പ് വെച്ച് വെങ്ങ് പണിയാം. അപ്പോഴേക്കും വീടിന്റെ കെട്ടും മട്ടും ഒക്കെ മാറും. അതെ, ബൈക്ക് വരാത്തോണ്ട് 1/2 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് നമ്മൾ നടന്നാ ഇങ്ങോട്ട് വന്നത്. അതെ. അപ്പൊ ഈ കാർ പൊറിച്ചു കൊണ്ട കാർ അങ്ങനെ പറന്നു വരും. മറന്നുപോയി. ഇത്രേ ഉള്ളു സാറേ. ഇതിന് എനിക്കൊന്നും വേണ്ട. അയ്യോ, പീതാംബര സാറിനെ പോലെ അല്ല രാജീവൻ സാറ്. 10 പൈസ വാങ്ങില്ല. മൃഗസംരക്ഷണം, അത് മാത്രമാണ് സാറിന്റെ ലക്ഷ്യം. ഇത് ഞാൻ കയ്യിലിരുന്നോട്ടെ. എന്റെ വകയായിട്ടൊരു 10 ഇഷ്ടിക വീട്ടിലോട്ട് കയറിയെന്ന് കരുതിയാൽ മതി. ആദ്യം വീട് ഉണങ്ങി തീരട്ടെ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല സാറേ. ഇപ്പൊ ഈ ജനലും വാതിലൊന്ന് അടച്ചുറപ്പാക്കണമെന്നേ ഉള്ളൂ. പെങ്കൊച്ചുങ്ങളും 3. എന്താ നോക്കി കഴിവിടെ ഓടിയത്ത് കള്ളന്മാരുടെ ശല്യവാ സാറേ. കഴിഞ്ഞ ദിവസം രാത്രിയില് മിനിയുടെ മാല പറിക്കാൻ ആരാണ്ട് ജനലിലൂടെ കൈയിട്ടു. ആകെപ്പാടെ 100 പോലൊരു മാലയെ അവിടെ കഴുത്തേലുള്ളൂ. ഒച്ച കേട്ട് ഞാൻ ലൈറ്റിട്ട് നോക്കിയപ്പോ കള്ളൻ ഓടി. നോക്കുമ്പോ ജനലിന് താഴെ 2 ചെരുപ്പുണ്ട്. ഇതിപ്പോ പലതവണയായി സാറേ. എന്നാ പിന്നെ മിനിയോട് ആ ജനലിന്റെ അടുത്ത് നിന്ന് മാറിക്കിടക്കാൻ പറഞ്ഞാ പോരെ? എന്നിട്ടും ആ കള്ളം വരുന്നുണ്ടെങ്കിൽ ഓർത്തോ, ആ കള്ളൻ ഈ കപ്പലിൽ തന്നെ ഉണ്ടെന്ന്. ചേച്ചി ഒരു കാര്യം ചെയ്യ്, മിനിമോളെ വിളിച്ച് കാര്യം തിരക്കിട്ട് അതങ്ങ് നടത്തി കൊടുക്ക്. അല്ലെങ്കിൽ ആ കപ്പൽ ഈ കരയിൽ എങ്ങും നിക്കത്തില്ല. അല്ലേ സാറേ? എനിക്ക് അപ്പോഴേ സംശയം തോന്നിയായിരുന്നു. നിങ്ങൾ പറഞ്ഞപ്പോ ഒന്നുകൂടെ ഉറപ്പായി. ആഹാ, എടി മിനി. അയ്യോ വേണ്ട, അതിനൊന്നും ചെയ്യണ്ട. കൊടുക്ക്. സാർ വന്ന് നമുക്ക് പോവാം. എന്തിനാടാ മഹാഭാവി നരകം കലക്കുന്നത്? ചുമ്മാണോ ആടും പശുവൊക്കെ നിന്നെ കാണുമ്പോൾ മാത്രം ചവിട്ടും കുത്തും ചെയ്യുന്നു? പിന്നെ ഉള്ളത് പറയണ്ട സാറേ. എന്തായാലും ഈ ചേച്ചി ഭാഗ്യമുള്ള. ഇനിയിപ്പൊ പശുവിന് ജന പിടിച്ചില്ലെങ്കിലും കുഞ്ഞിക്കാല് കാണാലോ. മോനാ, നീ ചെന പിടിപ്പിക്കല് ഒരു ശീലമാക്കണ്ട കേട്ടോ. അല്ല സാറേ, ഞാൻ അത്രക്കാരനല്ല. അയ്യേ രാജപ്പാ, തേങ്ങ പോയിടാ. ഞാനിപ്പോ ചത്തേനെ. സാറ് ബ്രേക്ക് പിടിച്ചോണ്ട് ഇടി കിട്ടിയില്ല. ബ്രേക്ക് പിടിച്ചത് ഇടിക്കാതിരിക്കാനല്ല രാജപ്പ, പിന്നെ ഈ ഭൂമിയിലോട്ടൊന്ന് മൂത്രം ഒഴിക്കാനാ. മൂത്രം ഒഴിച്ചൊഴിച്ചു പോകുന്നത് നല്ലതാ. തിരിച്ചു പോകുമ്പോ വഴുതെത്തിയല്ലോ. ശരിയാ സാറേ. വായി നോക്കി നിൽക്കാതെ തേങ്ങ എടുത്തോളൂ വാടാ. അവകാശവും പറഞ്ഞോണ്ട് ഓരോരുത്തന്മാര് തേങ്ങാപ്പാറ നടക്കുന്ന വഴിയാ. നന്നായിട്ട് കുലുക്കി നോക്കിയിട്ട് കൊണ്ടുപോ രാജപ്പ. പേട്ട് തേങ്ങയാണെങ്കിൽ അരച്ചു കൂട്ടാനും കൊള്ളത്തില്ല, വിത്തിനിട്ട കിളിർക്കത്തുമില്ല. വിത്തിന് തേങ്ങ വേറെ ഉണ്ടെന്റെ കയ്യില്. നിനക്ക് വേണേ ഒരെണ്ണം തരാം. പോണ വഴി നടക്കടിച്ച് പ്രാർത്ഥിച്ചോ. എന്നിട്ട് കേസ് ജയിച്ചിട്ട് ഈ ഭൂമിയുടെ ആധാരത്തിന്റെ കക്ഷത്തിലോട്ട് വെച്ച് കയറ്റിക്കോ. അതിലും ഭേദം ഈ തേങ്ങ എടുത്താ തലക്കടിക്കുന്നല്ലയോ. ഒറ്റയടിക്ക് എല്ലാ കേസും തീരും. അടിക്കടാ അടിക്ക്. ഈ 3 ഏക്കർ പറമ്പും വീടും നിന്റെ തന്തയെ പറ്റി ചെയ്യാൻ മേടിച്ചതാ.
തിരിച്ചു തരാൻ എനിക്ക് മനസ്സില്ല. നീ കേസ് കൊടുത്തിരിക്കല്ലേ, കേസ് കളിച്ചു മേടിച്ചോ. ഒരു തരി മണ്ണ പോലും നുള്ളിയെടുക്കാൻ ഞാൻ ഒരുത്തനെ സമ്മതിക്കില്ല. എനിക്ക് വേണ്ട മാവ. ഓഹോ, അപ്പൊ കുമ്മാവനാണെന്നൊക്കെ നിനക്കറിയാം. അമ്മാവൻ ചവിട്ടടാ ചവിട്ട്. എടാ രാജപ്പ, നീ അവന്റെ ചവിട്ട് കേട്ടായിരുന്നു. അതവൻ എനിക്കിട്ട് ചവിട്ടിയതാ. കൊടുക്കില്ല, ഞാൻ ഒരുത്തരും കൊടുക്കില്ല. ഇത് സുപ്രീം കോടതി വരെ പോയാലും. അതുവരെ പോവൂ? അല്ല കേസേ. ഭാര്യയ്ക്ക് കുളിക്കാൻ കൂട്ടിരിക്കുന്ന ലോകത്തിലെ ഏക മൃഗ ഡോക്ടർ ഞാനായിരിക്കും. എങ്ങനെ അടുത്ത കൊല്ലം കഴിയോ? രാജീവേട്ടൻ ഇത്തിരി നേരം ഇരുന്നാലെന്താ? എനിക്ക് പേടിയായിട്ടല്ലേ. കുറച്ചുകൂടെ ധൈര്യത്തിന് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വാ. സോപ്പ് വാരി കണ്ണി തേക്കും ഞാൻ. വേണ്ട. അമ്മേ, പച്ചമുളക് കാണുന്നില്ല. അവൾ എന്താ ഈ വിളിച്ചു പോകുന്നേ? എടിയെ മുട്ട പൊരിക്കാനാ. പച്ചമുളക് എവിടാന്ന്? പച്ചമുളക് ആ കൂടയുടെ അടിയിലുണ്ട്. അതാ കൂടയുടെ അടിയിലുണ്ടെന്ന്. എന്നാടി? എന്നാ ടോർച്ച് എടുത്ത ഇതാ നീ വിട്. രാജുവേട്ടാ ഒന്നുമില്ല. നീള അതോ നീ കുട്ടികളെ വിളിച്ചാത്തോ? എന്തോ ചെയ്യാനാ? അടച്ചുറപ്പുള്ള ഒരു വീട് സ്വന്തമായിട്ടില്ലെങ്കിൽ ഇതല്ല ഇതിലപ്പുറം സംഭവിക്കും. അച്ഛാ, നമുക്ക് ഇവിടുന്ന് മാറാം. വേറെ നല്ല വീട് നോക്കാം അച്ഛാ. നോക്കാം. ഇനി ഒരു നല്ല വീട് വച്ചിട്ട് നമുക്ക് അങ്ങോട്ട് മാറിയാ മതി അച്ഛാ. മാറും മാറും. ഒരു വീട് പണിതിട്ട് മാറാന്ന് എന്റെ മക്കൾ കരുതണ്ട. നിങ്ങളുടെ അച്ഛന്റെ കാര്യമല്ലേ, ലോട്ടറി അടിച്ചിട്ട് കൊട്ടാരം പണിയാൻ നടക്കുമല്ലയോ. ഇനി ഞാൻ കുളിക്കുന്നത് അവ മൊബൈൽ പിടിച്ചിട്ടുണ്ടോന്ന് ദൈവത്തിനറിയാം. തന്നെ നീ എപ്പോഴാടി കുളിച്ചേ? ഞാനിന്ന് കുളിച്ചില്ല അമ്മേ. ഞാനും കുളിച്ചില്ല അമ്മേ. ഇവക്കിനി MRC ടാബ്ലറ്റ് കൊടുക്കണ്ട. ഒരാഴ്ച കഴിഞ്ഞ് മാറുന്നില്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ അടിച്ചേക്കും കേട്ടോ. ശരി സാർ. ഈ ലീക്ക് മാറ്റാൻ കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് പറയുന്ന പോയ പ്ലംബർ വിളിച്ചോണ്ടോ സാർ. എന്നതാ പ്രകാശേ? ഒരു സീനാ സാറേ, ഏതോ കുളിമുറിന്ന് എടുത്തതാ. ഇന്ന് രാവിലെ കിട്ടിയതേ ഉള്ളൂ. അത് ശരി, അപ്പൊ സാറ് ഇതൊക്കെ കാണുമല്ലേ? ഞാൻ വെറുതെ സാറിന് ആദ്യം മുതൽ കാണണ്ടേ? ഇനി കാണാം. കൊള്ളാമോ സാറേ? ഇത് വേറെ ആരുടെ മുഖമൊന്നും ക്ലിയർ അല്ല. അയ്യോ എന്റെ പൊന്നു സാറേ, മുഖം ക്ലിയർ ആയത് വേറെ കിടപ്പുണ്ട്. ആദ്യം ഇത് കാണും, പിന്നെ അത് കാണിച്ചു തരാം. കൊല്ലും ഞാൻ. ഇത് മൃഗങ്ങളുടെ ആണെങ്കിൽ ഇതൊരു ആശുപത്രിയാ. അവിടെ ഇങ്ങനെ വൃത്തിയുടെ സാധനങ്ങളൊക്കെ ഈ മേലെ ചമ്മണ്ടളിയാ, ഞാനൊന്നും കണ്ടിട്ടില്ല. അല്ലേ, ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചു? ഒന്നും പറയണ്ട, എനിക്ക് എല്ലാം മനസ്സിലായി. ഈ പ്രായത്തിലും എന്റെ അളിയൻ വീഡിയോ ഗെയിംസ് കളിക്കുകയാണല്ലേ. ധന്യക്ക് വീഡിയോ ഗെയിം ആണെന്ന് വന്നപ്പോ ഞാൻ ഇവനോട് വരണം. ധന്യയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് അളിയനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വാ. ഡിലീറ്റഡാ. ഓ സാറേ. 1000 കോഴിക്ക് അരക്കാടാന്ന് അളിയൻ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാന് ഒരു കാടക്കോഴിയുടെ ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്നതിന് വേറെ മുടക്കുമല്ലൊന്നുമില്ലല്ലോ. മുടക്കണം,
അളിയം മുടക്കണം. 50,000 രൂപയെങ്കിലും മിനിമം മുടക്കണം. ഒരു 50,000 രൂപ പോകാനുള്ള വകുപ്പ് ഒരു തൂവാലയും കെട്ടിയേച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ബാലേട്ടൻ വിളിച്ച് പറഞ്ഞായിരുന്നു. അളിയ ഇത്തവണ നടക്കുകയില്ല, ഞാൻ തരത്തില്ല. ഹൃദയ വാൽവിന് മാരകക്ഷതമുള്ള അളിയന്റെ ഏക പെങ്ങളെ കെട്ടി ഇത്രയും കാലം പോറ്റിയ എന്നോട് ഇങ്ങനെ തന്നെ പറയണം അളിയാ. 1 രൂപയുടെ ഗുണം ഉണ്ടായിട്ടുണ്ടോ നിർമ്മലിടത്തേക്ക് മോക്കും അളിയനെ കൊണ്ട്? അളിയൻ ആരെപ്പറ്റിയ കാര്യം പറയുന്നു? ടൗണില് നല്ല കണ്ണായ സ്ഥലത്ത് അളിയനെ ഞങ്ങൾ ഒരു ഹോട്ടലിട്ട് തന്നു. അളിയനത് പൊട്ടിച്ചു. ഞാൻ പൊട്ടിച്ചതല്ല, തൊഴിലാളികൾ പൊട്ടിച്ചതാ. ഗൾഫിൽ കിടന്ന പ്രസാദ് നിർമ്മലിടത്തിന്റെ സങ്കടം കണ്ട് സഹിക്കാൻ വയ്യാതെ അളിയൻ ഒരു കൂൾ ബാർ ഇട്ട് തന്നു. അളിയനത് ഫുൾ ബാർ ആക്കി. അത് സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം അളിയ. ആ കേസിൽ നൂരിയെടുക്കാൻ മുടക്കിയ കാശ് വേറെ. പിന്നെ എന്തെല്ലാം പരിപാടികൾ, പച്ചക്കറിക്കട, പാലുകട, മുട്ടക്കട. എന്നതാ ആലോചിക്കുന്നത്? അല്ല, ഒരു ഓട്ടോറിക്ഷ വിട്ടുപോയോ? അയ്യോ, ഓട്ടോറിക്ഷ വിട്ടുപോയതല്ല, സിസിക്കാർ കൊണ്ടുപോയതാ. ഒടുവിൽ ഏട്ടത്തിക്ക് കൊടുത്ത സ്വർണം വരെ വിറ്റു. സ്വർണം വീട്ടിൽ വച്ചിട്ട് എന്തിനാ നാട്ടിൽ തണ്ടി കിടക്കുന്നത്? ജീവിക്കാൻ ഒരു പുതിയ വഴിയും പരിപാടി തെളിഞ്ഞപ്പോഴാ ഞാൻ ഇങ്ങോട്ട് വന്ന് എന്റെ അളിയന്റെ മുമ്പിൽ കൈ നീട്ടിയത്. 18 വർഷം കൊണ്ട് തെളിയാത്തൊരു വഴിയും നേരെയാവാത്തൊരു ജീവിതവും വേണ്ട അളിയ. വേണ്ട വേണ്ട, സഹായം ചോദിച്ചു വന്ന ഞാൻ മണ്ടൻ. പഴയ കഥ കേട്ടിട്ടുണ്ടാ? കഴുതയുടെ വവ്വാലിന്റെ അതിനകത്ത് വവ്വാലായി ഞാൻ. ഇതുപോലത്തെ 2 അളിയന്മാര് എന്തിനു ഒരെണ്ണം മതിയല്ല ജീവിതം പാഴാ. അല്ല സാറേ, അതെന്നതാ ഈ കഴുതയെ സഹായിച്ച വവ്വാലിന്റെ കഥ? നീ കേട്ടിട്ടില്ലേ? ഇല്ല. ഇതിനകത്തുണ്ട്. ഇതിനകത്തോ? ദ ഡോങ്കി വവ്വാൽ സെക്സ് സ്കാൻഡൽ. നോക്ക്. ഞാൻ ഇഷ്ടമുള്ള പോലെ കുടിക്കുപടി. അതിന്റെ കാരണക്കാര് നിന്റെ ആങ്ങളമാരാ. അതുകൊണ്ട് തന്നെ അവര് പൈസ തരാത്തത്. നിന്റെ പൊന്നാങ്ങളമാരുടെ പൈസ ഇല്ലാണ്ട് ഈ പ്രസ്ഥാനം ഓടിക്കാവോന്ന് ഞാനൊന്ന് നോക്കട്ടടി. 2 കൂടെ സുകുമാരൻ അങ്ങ് തുടങ്ങും. എന്നിട്ട് നീ കണ്ടോ, ചക 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 ചകാന്ന് 2000 കൂടെ ഞാനങ്ങ് നിരത്തും. അപ്പൊ കാണാൻ പൊട്ടണത് ആരാണെന്നും പൊട്ടിക്കണത് ആരാണെന്നും. അതെ, നിങ്ങൾ ഈ കാപ്പി കുടിച്ചിട്ട് എന്താന്ന് വെച്ചാ പൊട്ടിക്കും. ഒരു 50,000 ഉലുവ ചോദിച്ചപ്പോ നിന്റെ അനിയൻ മൃഗഡോക്ടറിന്റെ മോന്ത ഒന്ന് കാണണമായിരുന്നു. ആ കണക്കൻ അളിയനില്ലേ നിന്റെ ബാലേട്ടൻ, അവൻ എരിവേറ്റിയതാ ഈ മൃഗത്തിനെ. കണ്ട പട്ടിയുടെയും പോത്തിന്റെ എരുമേരെയും കൂടെ കിടപ്പും മുള്ളം പന്നിയുടെ സ്വഭാവം. അങ്ങനെയുള്ള മുള്ളം പന്നിയെ പോലും അഹോരാത്രം ചികിത്സ ഉണ്ടാക്കുന്ന കാശേ വെറുതെ എടുത്തങ്ങ് കളയാവക്കത്തില്ല. അളിയൻ വാളിയാ. രാജീവ, അളിയന്റെ കാടക്കൂടൊക്കെ ഇതുവരെ ആയി. ഓ, എന്നാ പറയാനാ, തട്ടിക്കൂട്ടി ഉണ്ടാക്കി വരുന്നു. നോക്കിക്കൊണ്ടിരിക്കാതെ അളിയന് കാപ്പി എടുത്തു കൊടുക്കടി. ഇത് തണുത്തടാ, ഞാൻ വേറെ ഇടാം. കാപ്പിയൊന്നും വേണ്ട, അവിടെ നിന്ന് പിടി. എന്തിനാണ് ഇത്? അളിയൻ ചോദിച്ച 50,000 രൂപയാന്നേ. ഇതിൽ 25,000 അളിയൻ നേരത്തെ പറഞ്ഞ കണക്കന്റെ, ബാക്കി 25,000 ഈ മൃഗത്തിന്റെ. അളിയൻ ചോദിക്കുമ്പോഴൊക്കെ ഞങ്ങൾ വീണ്ടും വീണ്ടും പൈസ തരുന്നതിനാണെന്ന് അറിയാലോ. ഈ കാടക്കോഴിയുടെ പേരിലും കുത്തുവാക്കുള്ളതെന്ന് ഞങ്ങളുടെ പെങ്ങളായിരിക്കും. തുന്നിക്കുട്ടി ഹൃദയല്ലേ അളിയാ, ചേരുന്നു താങ്ങത്തില്ല അളിയാ. എന്തോ ഈ കാടമുട്ട കൂടെ പൊട്ടിയ പാർവനെയും ചേച്ചിയും ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകും. അവിടെ സൗകര്യങ്ങൾ കുറവാണെങ്കിലും മനസ്സമാധാനത്തോടെ അവർ ജീവിക്കും. ഇവരിവിടുന്ന് പോയാ പക്ഷെ അളിയന്റെ കാര്യം എങ്ങനെയാണെന്ന്. അപ്പോ ഇത് അവസാനത്തെ മുട്ടയാ, പൊട്ടിക്കരുത്. വീടിന് 60 ലക്ഷം രേണു. എല്ലാവരോടും ഞാൻ പറഞ്ഞിരിക്കുന്നത് 70 ഫർണിച്ചറും സാധനങ്ങളും വേറെ. ഇനിയിപ്പോ 70 ഒരു 80 പറഞ്ഞാലും യാതൊരു ആക്ഷേപവും ഇല്ല. ആ, ഇനി ഞങ്ങൾ എല്ലാരും കൂടെ കൂടുന്ന നിന്റെ വീടിന്റെ പാലുകാച്ചിനാ. രാജീവനോടൊന്ന് സ്പീഡപ്പ് ആക്കാൻ പറ കാര്യങ്ങള്. ബാലേട്ടനോട് എന്റെ വീട്ടുകാർ എന്നും ചോദിക്കും, മൃഗഡോക്ടർ അനിയൻ വീട് വെച്ചോ, വീട് വാങ്ങിയോന്നൊക്കെ. പിന്നെ അവൻ വീട് വെക്കാത്തോണ്ട് മഴയത്ത് നിൽക്കല്ലേ നിന്റെ വീട്ടുകാരൊക്കെ. അപ്പോഴേ രേണുയെ അവനെന്തോ ലോറി കയറിയ പെരുമ്പാമ്പിനെ നോക്കാൻ പോയിരിക്കുക. തിരിച്ചു വരുമ്പോ ലേറ്റ് ആവുന്നാ പറഞ്ഞത്. പിന്നെ പാല് കാച്ചിന് വരുമ്പോ പ്രസന്റ് എന്ന് പറഞ്ഞു ഒന്നും കൊണ്ടുവരാൻ നിൽക്കണ്ടെന്ന് അവനോട് പറഞ്ഞേരി. അവിടെ എല്ലാം ഉണ്ടെന്നേ. അതൊക്കെ അവര് തീരുമാനിച്ചോളും. സ്വന്തം ചേട്ടന്റെ പാല് കാച്ചിന് രാജീവൻ അങ്ങോട്ട് വെറും കൈയോടെ വരുന്നാണ് വിചാരം. അവന്റെ കൈ ഇങ്ങനെ വെറും കൈയായതേ, ഇങ്ങനെ കൊടുത്തു കൊടുത്താ. മൊബൈൽ റീചാർജ് 800 രൂപയോ? എന്തുവാടി? ആരെ വിളിച്ചതാ? ഡോക്ടർക്ക് ഡിങ്കോൾഫി വല്ലതും ഉണ്ടോ? പൊന്നേ, നിന്നെ തന്നെ നേരെ നോക്കാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ ഡിങ്കോൾഫി. ആ, പാപ്പച്ചായന്റെ വീടിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. പാപ്പച്ചനോട് ഒരു രക്ഷയില്ല, ആസാദി വീട്. ആ മാസം പറ്റുമ്പോ കണ്ടാണല്ലോ. ഇപ്പൊ നമ്മള് താമസിച്ചോ? അത്രയ്ക്കും ഇഷ്ടപ്പെട്ടോ? വീടിലെ വീടാടി, ഒരു രക്ഷയില്ല. എന്നാലേ നമ്മുടെ പ്ലാനും അതുപോലെ വരയ്ക്കാൻ പറ ഐസക്കച്ചായനോട്. ഐസക്കച്ചായൻ വരച്ചാ പോരല്ലോ, നമ്മള് വെക്കണ്ടേ? നമ്മൾ ആദ്യം എടുത്ത സാരിയില്ലേ, അത് മതിയായിരുന്നു. അതിനാകുമ്പോ ഇത്രയും വിലയില്ലായിരുന്നു. എടി, നാളെ ബാലേട്ടന്റെ പാല് കാച്ചാ. നല്ല 4 ആള് കൂടുന്ന സ്ഥലവാ. ഇതൊക്കെ കൊടുത്തോണ്ട് എന്നാ 2 പെറ്റാന്ന് പറയാല. പറഞ്ഞാലെന്നാ? പറഞ്ഞ എനിക്കൊന്നുമില്ല. പിന്നെ രാത്രി കൊഞ്ചിക്കൊണ്ട് വരരുത്.
രാജീവേട്ടാ എന്റെ കണ്ണിന്റെ താരത്തെ കറുപ്പ് കൂടിയോ, എന്റെ വയറ്റിലെ സ്ട്രെച്ച് മാർക്സ് കണ്ടോ, എനിക്ക് വയസ്സായി തുടങ്ങിയോ? ഇതിപ്പോ ഞാൻ മാത്രമല്ലേ കാണുന്നുള്ളൂ, കാര്യം ചുറ്റി മറിച്ച് കിട്ടിയ നടക്കൂല്ലേ? ആർക്കറിയാം, ആ കള്ളനും കണ്ടു കാണും. ഏത് കള്ളൻ? അന്നേ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കിയ വെറുതെ മനുഷ്യൻ ടെൻഷൻ എടുപ്പിക്കരുത്. അച്ഛ എന്റെ പൈസ. ആ ഇതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ആളു അച്ഛന്റെ ഏക പ്രതീക്ഷയാണിത്. ഇത് പൊട്ടിച്ചിട്ട് വേണം അച്ഛന്റെ വീട് വെക്കാൻ. ഞാൻ തരത്തില്ല. ഇവക്കീടിയായിട്ട് എന്റെ അടുത്ത് സ്നേഹം കുറഞ്ഞിട്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ തരത്തില്ല. നമുക്കേ ഒരു പടം എടുക്കാം. ഫോട്ടോ ഞങ്ങളൊരു പടം ഇടറാ. വേഗം ജവന ഇന്ന് ഞാൻ പൈസ എണ്ണി തരികയല്ലേ, ഒരു പടം ഇടറേ. കസേര ഞാൻ തന്നെ എടുക്കാം. വീഡിയോ എവിടെ നില്ലടേ. ഒരു സെക്കൻഡ്. ബലൂൺ വയ്ക്കാം. കൈവച്ചാട്ടാ. നിർമ്മല കാണല്ലേ ദൈവമേ. എടുത്തോ. ബഷീർക്ക, ഹൈവേന്ന് റൈറ്റ് കട്ട് ചെയ്ത് വരുമ്പോ ഒരു സ്കൂൾ ഉണ്ടാവും, അവിടുത്തെ റൈറ്റ് പിടിച്ചോ. അപ്പൊ വഴിയേരിയിൽ കുറെ വണ്ടികൾ കിടക്കുന്നത് കാണാം. എന്തെങ്കിലും ഡൗട്ട് അടിച്ച് എന്നെ വിളിച്ചോ കേട്ടോ. എന്തുവാടാ നീ ഇത്ര വൈകി? അതിന് ഇതുങ്ങളെല്ലാം കൂടി ഒരു ബൈക്കിനകത്തോട്ട് കയറത്തില്ല, അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചും കൊണ്ട് വരണ്ടേ? വല്ല കാര്യമുണ്ടോ? എന്നാ പിന്നെ അമ്മയെ കൊണ്ടുവരാൻ ഞാൻ വിട്ട കാറിൽ നിനക്ക് കയറി പോന്നൂടായിരുന്നു. എന്തായാലും വന്നില്ലേ? സിറ്റൗട്ടിലെ ടൈല് മുഴുവൻ കൊണ്ടിച്ചല്ലേ, ബാക്കി പെയിന്റ് അടിക്കുന്നു പറഞ്ഞിട്ട്. ഇതാ ഭംഗി. സംഗതി ഇരിപ്പായിട്ടുണ്ട്. ഇതിപ്പോ എന്നാ വില സ്ക്വയർ ഫീറ്റ്? 250. മറ്റന്മാർ 280 പറഞ്ഞു. പാരമൗണ്ട് കള്ളന്മാരെ ഞാൻ വിടൂ. ഷാജി വാ. അല്ല ഏട്ടനെ പിന്നെ അങ്ങോട്ട് കണ്ടില്ല. ആ പ്ലാവിന്റെ പ്ലാവൊന്നും വേണ്ട പോയി. നീ തിരിച്ചു പോന്നേ. ഈ 15-ാം തീയതി പോവും. മോർണിംഗ് ഫ്ലൈറ്റാ? അതിനുമുമ്പ് ഞാൻ അങ്ങോട്ട് വരാം. രേണു എടുത്തി വാ. രേണു, ഇതൊന്നും വേണ്ടായിരുന്നു. നല്ല പാർട്ടിയാണല്ലോ. എവിടെയായിരുന്നു? രാത്രി മുഴുവൻ അന്വേഷിച്ചല്ലോ. ഇതെന്നതാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചോ? ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഷൂട്ടിങ്ങിന് വന്നപ്പോ മമ്മൂട്ടി മറന്നു വെച്ചിട്ട് പോയ ഗ്ലാസ്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. ഒന്നിനൊരു കുറവും നമ്മളായിട്ട് വരുത്തണ്ടെന്ന് വിചാരിച്ചു. അളയിങ്ങി വന്നേ ചില കാര്യങ്ങൾ. ഞാൻ വീടൊക്കെ ഒന്ന് കണ്ടിട്ട്. വീട് ആരും എടുത്തോണ്ട് പോകത്തില്ല, ഇവിടെ തന്നെ കാണും, വന്നിട്ട് കാണാം. ഇങ്ങോട്ട് വന്നേ. ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നേ. ഇവിടെ ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല, എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാൽ. ഒന്നും പറയണ്ട, നടക്ക്. അങ്ങനെ ഈ മുറി ഞങ്ങള് പാല് കാച്ചി. ഇരിക്കെ. അമ്മാവനോട് എത്തിയായിരുന്നു? അമ്മാവനായിരുന്നു, ഇപ്പൊ അമ്പിളി അമ്മാവനായി. അടിച്ചടിച്ച് വളഞ്ഞിരിക്കുന്ന കണ്ടില്ലേ? മോനെ രാജീവ, വല്യമ്മാവനാണെന്നുള്ള ബഹുമാനമൊന്നും ഇന്നത്തെ ദിവസം വേണ്ട. നിനക്ക് ആവശ്യമുള്ളത് എടുത്ത് അടിക്കും മോനെ. ബഹുമാനിക്കാൻ പറ്റിയ ചാളുക്ക് എന്നാ അടിക്ക്. എനിക്കുണ്ട്. അമ്മാവാ കൊടുക്ക്. മോനെ രാജീവ്, ഇത് അട്ടയും മുട്ടയിട്ട സാധനം അല്ല, ഒറിജിനൽ ആണ്. 2 എണ്ണം അങ്ങ് വീശാലുണ്ടല്ലോ, ഒരു ദിവസം മുഴുവൻ നീറി നിൽക്കും. എനിക്കങ്ങനെ നീറി നിൽക്കണ്ട, വേണ്ട, ഞാനിത് കഴിച്ചോളാം. അയ്യോ, അത് വിഷമാ, കഴിക്കാൻ പാടില്ല. ഇത് വിഷമാണ്, അടിച്ചിട്ട് കഴിക്കേ. എന്നാ വേണ്ട, ഒരു കാര്യം ചെയ്യാം, അതിങ്ങിതാ ഞാൻ അടിക്കാം. അമ്മാവാ, അമ്പേച്ചി ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ എവിടെയൊക്കെ തിരക്കിന്നറിയോ? നീ അമ്പേച്ചി നോക്കാൻ വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം തോന്നേ. ഒന്നും വന്നേ. ഇപ്പൊ വരാടി, ആരൊക്കെ എന്തൊക്കെ കൊണ്ടുവന്നു നോക്കട്ടെ. ഇപ്പൊ തന്നെ വേണോ? എന്നാലും എന്റെ രേണു എടുത്തി ഈ നിലവിളക്കല്ലാതെ വേറൊന്നും കണ്ടില്ലായോ സമ്മാനായിട്ട് കൊണ്ടുവരാൻ? ഞങ്ങള് കൊണ്ടുവന്നതേ വാഷിംഗ് മെഷീനാ. അല്ലേലും രാജീവൻ അങ്ങനെയാ, ആവശ്യമുള്ളിടത്ത് പൈസ മുടക്കത്തില്ല. നമുക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, മറ്റു ബന്ധുക്കൾ അറിഞ്ഞ എന്ത് വിചാരിക്കും? മോശം നിനക്കല്ലേ? ഒന്നുമല്ലേലും നിങ്ങൾ രണ്ടുപേരും സർക്കാർ ജോലിക്കാരല്ലേടി. പൊതി കണ്ടപ്പോ ഞാൻ കരുതി വല്ല മൈക്രോവേവ് ഓവനോ മറ്റോ ആയിരിക്കും. അവർക്കിപ്പോ ഇതേ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. സൗകര്യമുള്ളൊരു സ്വീകരിച്ചാ മതി. അതിലിപ്പോ ആർക്കാ ഇവിടെ തണ്ണം? നിങ്ങൾ എന്നതേ പറയുന്നേ? രേണു എടുത്ത് പിശുക്കി കൂട്ടട്ടെ, പെമ്മക്കള് രണ്ടല്ലയോ അല്ലേ? ഇതിപ്പോ 10,000 or 1,000 കൊടുത്താൽ മതി. സൂത്രത്തി കാര്യവും കാണാൻ സമ്മാനം കൊടുത്തു പേരുമായി അല്ലേ രേണുകെ? രേണു, എന്താടി ഇത്? കരയാതെ, ആൾക്കാര് നോക്കുന്നു. നോക്കി പോണം, തെറ്റി വീഴുവേ. വീഴത്തില്ല. സിന്ധു, അമ്മ എന്തേടി? അമ്മ അവിടെ ഉണ്ടല്ലോ. മോളിലുണ്ടോ? എന്തു എന്നാ കരയുന്നേ? എന്തുവാടി? രേണു കൊണ്ടുവന്ന സമ്മാനത്തെ കുറിച്ച് എല്ലാരും ഒരു തമാശ പറഞ്ഞതാ. അയ്യോ, ഞാൻ വെറുതെ ഈ നിലവിളക്കിനെ പറ്റി പറഞ്ഞതേ ഉള്ളൂ ബാലേട്ടാ. ഈ വീട്ടിൽ കൊണ്ടുവന്ന വിലയില്ലാത്ത സമ്മാനം എന്റേതായി പോയി ബാലേട്ട. പെരുവഴിയിൽ പൊതിയടിക്കരുതെന്നാ, പക്ഷെ ഇത് ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബാലേട്ട, ഞാൻ വാങ്ങിയ സമ്മാനം ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ
ഞാനത് തിരിച്ചു കൊണ്ടുപോയിക്കോളാം. ഛേ, നീ എന്തേ പറയുന്നേ? രേണു, നീ ഇത് തിരിച്ചുകൊണ്ടുപോകാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മായ, ആ വിളക്കം കെടുത്തേ. എടി, എനിക്ക് നീ വീട്ടിൽ കിട്ടിയ ഏറ്റവും വിലപ്പെട്ട സമ്മാനാണിത്. വിലപ്പെട്ടെന്ന് നിങ്ങൾ പറയുന്ന ഈ സമ്മാനങ്ങളൊക്കെ തട്ടി മുട്ടി മുടിവിൽ മൂലക്ക് കിടക്കും. നീ തന്നെ ഈ നിലവിളക്കുണ്ടല്ലോ, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ വീടിന്റെ ഉമ്മറത്ത് തെളിഞ്ഞു തന്നെ നിൽക്കും. ഈ ബാലൻ മരിച്ചു കിടക്കുമ്പോഴും എന്റെ തലക്കൽ ഇത് നിറഞ്ഞു എത്തും. നീ ഈ വിളക്കിൽ തിരിയിട്ട് ഉമ്മറത്ത് കൊണ്ടേ വെച്ചേ. കരയാനും മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ രേണുകെ. ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണിത്. ഇതിനെങ്ങനെ താട്ടുണ്ടോ? ഇതിനെ ഒരിടത്തും കൊണ്ടുപോകത്തില്ല. ടെറസിൽ കയറ്റിയെങ്കിൽ സമാധി കെട്ടും. ഞാനും മരുന്നു. അയ്യോ, പല്ലില്ലാത്തോണ്ട് ഒന്നും സംഭവിച്ചില്ല. അല്ലെ എന്റെ വിരല് കടിച്ചെടുത്താണ്. ആരടി ഇത് ചെയ്തത്? ആരെവിടേക്ക് അഴുക്കാക്കിയെന്ന് നിന്നോടൊക്കെ എത്ര തവണ പറഞ്ഞിരിക്കുന്നു അടങ്ങി ഒതുങ്ങിയിരിക്കാൻ? അൻസറിനില്ലാത്ത സാധനങ്ങള് എല്ലാത്തിനും ഇന്നെ ഇത് കൊള്ളും. എന്നതാടി കണ്ടില്ലേ ബാലേട്ടെ ഭിത്തിയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്? എല്ലാം വൃത്തികേടാക്കി, മുകളിലത്തെ മുറി ഒക്കെ അഴുക്കാക്കി, എല്ലാം അലങ്കോലപ്പെടുത്തിയിരിക്കുക. ഞങ്ങളല്ല അങ്കിള്, ഈ മാളുവാ. ചോക്ലേറ്റ് പറ്റിയത് വലിയ സോറി. അതെങ്ങനെയാ? മറ്റുള്ള വീടുകളിൽ ചെല്ലുമ്പോ കുട്ടികളെ പെരുമാറാൻ പഠിപ്പിക്കണം. എത്ര രൂപയുടെ എമിൽസിനെ ഭിത്തിയിൽ അടിച്ചിരിക്കുന്നത്? ആളുകൾ വന്നോണ്ടിരിക്കുന്നു, ഫംഗ്ഷൻ ആണെ തുടങ്ങിയിട്ടുമില്ല. ഒക്കെ നാശമൊക്കെ അസത്തുകള്. വാടക വീട്ടിലെ സ്വഭാവമല്ലേ മറ്റുള്ള വീടുകളിൽ ചെന്ന് കാണിക്കുന്നേ? സിന്ധു, നീ മര്യാദക്ക് സംസാരിക്കണം. ഇതെന്റെ അനിയന്റെ മക്കളാ. അവര് ഉള്ളുകയോ തൂറുകയോ എന്നാ വേണമെങ്കിലും ചെയ്തോട്ടെ. ഇതൊക്കെ ചോദിക്കേണ്ട സമയമായത്. അവര് പിള്ളേരല്ലേ, അതൊക്കെ തുടച്ചാ പോകത്തില്ലേ? എന്തായി കാണിക്കുന്നത്? മക്കളെ തല്ലുന്ന എന്തിനാ? കുട്ടികളല്ലേ അവര്. രേണു, അതങ്ങ് വിട്ടുകളാ. നീ എന്താ കൊച്ചായി കാണിക്കണേ? അടിക്കല്ലേ? എടാ ബാല, നീ എന്ത് ഭ്രാന്തി കാണിക്കുന്ന? മാറിയെന്നേ. എന്റെ പിള്ളേർ അസത്തുക്കളാ. അവർക്ക് വാടക വീട്ടിൽ കിടന്ന് മാത്രമേ പരിചയമുള്ളൂ. അവർക്ക് പെരുമാറാനൊന്നും അറിയില്ല ബാലേട്ട. അവർക്കറിയില്ല. ഞാനും എന്റെ മക്കളും ഇനി ഇവിടെ ആർക്കും ഒരു ശല്യമാവുന്നില്ല. നീയും പിള്ളേരും ഇവിടെ ശല്യമാവുന്ന ആരാ പറഞ്ഞേ? രാജുവേട്ടൻ വരുന്നുണ്ടോ? എന്നതാ പ്രശ്നം? രാജുവേട്ടൻ വരുന്നുണ്ടോ ഇല്ലയോ? എന്നതാ? രാജീവ, അവളോട് നിൽക്കാൻ പറ. രാജീവ, എടാ മോനെ, അവളെയും കുഞ്ഞുങ്ങളെയും വിളിക്ക്. ഇതൊരു ചടങ്ങ് നടക്കാൻ പോകുന്ന വീടാ. ഇവിടെ നടന്നൊന്നും മറ്റാരും അറിയരുത്. ഇവിടെ എന്നത്? നീ പോയി വിളിക്ക്. നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഇതെന്നതാ ബാലേട്ട രാത്രിയില്? ലൈറ്റ് ഒന്നും ഇടണ്ട, കുട്ടികൾ ഉറങ്ങല്ലേ, ഉണർത്തണ്ട. എനിക്ക് നിന്നെ അവളൊന്ന് കാണണമെന്ന് തോന്നി. ഇങ്ങോട്ട് വരാൻ ധൈര്യത്തിന് കുറച്ച് കള്ളു കുടിച്ചു. ഈ ആളുകൾ പറയുന്ന വെറുതെ കുറച്ച് കള്ളു കയറ്റിന്ന് വെച്ച് നമ്മുടെ ചമ്മലൊന്നും മാറത്തില്ല. ഇങ്ങനെ രാത്രിയിൽ ഓടിപ്പിടിച്ച് വരാൻ മാത്രം ഇവിടെ എന്നതാ ഉണ്ടായേ? ഒരു ഐശ്വര്യത്തിന്റെ കാര്യമായിക്കോട്ടെ എന്ന് വിചാരിച്ച ഞാൻ ആ നിലവിളക്ക് കൊണ്ടുവന്നേ. അത് ഇത്രയും വലിയ പൊല്ലാപ്പാവുമെന്ന് ഇവള് വെറുതെ. നിലവിളക്കിന്റെ പ്രശ്നമെന്നാണോ ഇവള് പറഞ്ഞേ? വേറെന്നാ? എന്നാടി? ചുമ്മാതാണോടാ. നീ ഭാഗ്യം ചെയ്ത് കെട്ടിയവനാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നേ. അവള് പറയത്തില്ല. നമ്മള് തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്ന ഒരു കാര്യത്തിന് അവള് കൂട്ടുവെക്കത്തുമില്ല. എന്നതാ ഇത്? എന്നെയും കൂടെ പിറന്നങ്ങളൊക്കെയും നല്ല നിലയിലെത്തിക്കാൻ വേണ്ടി ഓടിയ ഇവനെന്നും വാടക വീടുകളിലായത്. ഇവൻ മണ്ടനാണെന്നേ ഞാൻ പറയാറുണ്ടായിരുന്നുള്ളൂ. സ്വന്തം കാര്യം പോലും നോക്കാതെ വെറുതെ. പക്ഷെ എനിക്കിപ്പോ ഇവനോട് ഇവനെന്തിനാടി സ്വന്തം വീടും പറമ്പൊക്കെ? നിന്നെ പോലത്തെ ഒരുത്തി ഇല്ലയോ കൂടെ? എന്റെ പെമ്പറന്നോത്തി കാണിച്ച കഞ്ഞിത്തരത്തിന് നിന്റെ മക്കളെയും കാല് പിടിച്ച് മാപ്പി ചോദിക്കാനാ ഞാൻ വന്നത്. എന്റെ മക്കളെ അവള് ചെറുതാണെങ്കിലും
ഒരു വീടുണ്ടാക്കടാ. എന്നാലാവുന്നത് ഞാനും കൂട്ടാം. എത്ര തന്നാലടാ കുഞ്ഞ നീ എനിക്ക് വേണ്ടി ചെയ്തതിനൊക്കെ പകരമാവുന്നേ. ബാലേട്ടൻ എന്നതൊക്കെ പറഞ്ഞിട്ട് പോന്നേ? എന്നതാ അവിടെ നടന്നേ? കുഞ്ഞുങ്ങൾ ആരാ എന്നാ പറഞ്ഞേ? ഒന്നുമില്ല രാജുവേട്ട. എന്നതാ? ഒന്നുമില്ല ഒന്നുമില്ല രാജുവേട്ട. മോളെ എന്തുവാ? അയ്യോ എന്താ മോളെ പറ. എന്താ? രാജുവേട്ടൻ എനിക്കൊരു വാക്ക് തരണം. അടുത്ത മഴയ്ക്ക് മുമ്പ് നമുക്കൊരു വീട് വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ചുവരിൽ ചോക്ലേറ്റ് തേച്ചാലും കുത്തി വരച്ചാലും ആരും അവരെ വഴക്ക് പറയാത്തൊരു വീട്. എനിക്കത് വേണം രാജുവേട്ടൻ. എനിക്കത് വേണം. എനിക്കത് വേണം രാജുവേട്ടൻ. ഇതെന്താ സാറേ, ഇതൊരുമാതിരി കഴിഞ്ഞു പ്രസവത്തിന് കാവൽ നിൽക്കുന്ന ഭർത്താവിനെ പോലെ ഉണ്ടല്ലോ. സാറത്തിന് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇവിടെ ഒരു കുഞ്ഞു പോലും അറിയത്തില്ല ഞാനെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ടെന്ന്. ആ സാറേ, ഇതാ അവര് വന്ന്. ആ സാറും കൂടി ചെല്ലേ ചെല്ലേ. നീ കൂടെ വാ വാ. എന്റെ പുണ്യാളന്മാരെ, രാജീവ് സാർ ഇപ്പോഴെങ്കിലും ഒന്ന് സമ്മതിച്ചല്ലോ. എനിക്കങ്ങ് സന്തോഷം. ഇങ്ങനെ തീ തീറ്റിക്കണായിരുന്നു സാറേ, നമുക്ക് നേരത്തെ ആവായിരുന്നല്ലോ. പിന്നെ അത് കൊടുത്തു. ഇതൊരു ടോക്കൺ ആണെന്ന് കരുതിയാ ഐശ്വര്യായിട്ട് കൊണ്ട് പിടിച്ചേ. എന്റെ ദൈവമേ, ഇത് കാണാനുള്ള ഭാഗ്യം എനിക്ക് തന്നല്ലോ. ഇനി ഒരു പശു കുത്തി ചത്താലും കുഴപ്പമില്ല. അതിനെ ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരല്പം മധുരം നല്ലതാണെന്ന് കേട്ടിട്ടില്ലേ? അതെ അതെ അതെ. എന്താ സാറേ ഒരു സന്തോഷമില്ലാത്തത്? ഈ ഉപകാരം KK ജോസ് ഒരിക്കലും മറക്കില്ല. എന്താവശ്യം ഉണ്ടെങ്കിലും സാറിനെ എന്നെ വിളിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ സാറിനെ അങ്ങോട്ട് വിളിച്ചോളാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം. മേടിച്ചോ മേടിച്ചോ. മോനാ, നിനക്കുള്ള കാറി വെച്ചിട്ടുണ്ട്. ഓഹോ, സന്തോഷം സന്തോഷം. ശരി. വെൽക്കം ഡോക്ടർ രാജീവ് നായർ, വെൽക്കം. ഇതെന്നാ രാവിലെ മിനിങ്ങിയോ? നല്ല ഫോമിലാന്നല്ലോ. ഞാൻ എന്നടാ ഫോമിലല്ലാത്ത? അതും ശരിയാ. ദിസ് ഇസ് മൈ ലാസ്റ്റ് ഡ്രോയിങ് ഫോർ യു. ഓ, എന്റെ 19ാമത്തെ അടവ. ഇതും ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ നീ പോയി പണി നോക്ക്. ഐസക്കേ, കള്ള ആർക്കിടെക്റ്റേ, നസ്രാണി, ഇതല്ലയോടോ പ്ലാൻ? ഇതെവിടെ കൊണ്ട് പൊഴുത്തി വെച്ചിരിക്കുവായിരുന്നു? ഇതെങ്കിൽ നേരത്തെ വന്നിരുന്നതിൽ ഞാനൊരു വീട് വെച്ച് കയറി കൂടിയാണ്. അച്ചായ, ഇത് ഓക്കെ. ഞാനത് ഉറപ്പിക്കോ? ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ഭാര്യയും മക്കളെയും കെട്ടിപ്പിടിച്ചുറങ്ങാൻ ഈ ഭൂമിയിൽ ഒരു മരത്തണല് മതിയടാ. അതിനും പറയുന്നത് വീടെന്ന. കൊണ്ടുപോയി പണി തുടങ്ങടാ കഴിവരുടെ മോനെ. താങ്ക് യു. ആരാ ഗ്രഹനാഥൻ? ഞാനാ.
അളിയ ഇതൊക്കെ യവന്മാരെ നമ്പരാ. 500 രൂപ കൂടുതൽ കിട്ടാനുള്ള അഭ്യാസം. സമയങ്ങളെ അത് കുറ്റിയടി വെയിൽ മൂക്കുന്നു. വേണ്ട, പറയുന്നത് കൊണ്ട് വിഷമം തോന്നരുത്. ഈ സ്ഥലത്ത് ഒരു വീട് നിൽക്കില്ല. എങ്ങനുണ്ട്? നല്ല വാർത്തയല്ല ഞാൻ പറയാൻ പോകുന്നതെന്നറിയാം. പക്ഷേ ഇതിലും മോശം വാർത്ത നിങ്ങൾ കേൾക്കാതിരിക്കാനാ ഇത്രയും നിശ്ചയത്തോടെ ഞാൻ പറയുന്നത്. ഇവിടെ പുരപണിതാൽ ദുർമരണം വരെ സംഭവിക്കാം. അത് വേണോന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ഏതായാലും ഈ കർമ്മം ചെയ്യില്ല. ഗോപി വരിക. ഇവിടെ അടുത്തൊരു ദാമോദര പണിക്കരുണ്ട്. അയാളെ സ്ഥലം ഒന്ന് കണ്ട് കാണിച്ചു നോക്ക്. ഞാൻ ഗംഗാര പണിക്കർ പറഞ്ഞ ആള് പുല്ലുപോലെ മാറ്റി പറയും. കാശിച്ചിരി കൂടുതല. ഒരു പൈനൂടെ വാങ്ങിച്ചു കൊടുത്താ ഹാപ്പി. പിന്നെ നമ്മൾ കുറ്റി അടിച്ച് മടക്കത്തേ ഉള്ളൂ. എവിടെ നോക്കിയാലും സ്ഥാനമാ. അളിയനൊന്നും മിണ്ടാതിരി. ആ പണിക്കർ ആരാന്ന വിചാരം? അയാള് പറഞ്ഞൊന്നും ഇതുവരെ ആണോ വിട തെറ്റിയിട്ടില്ല. എന്നാ പിന്നെ ഉമ്മൻചാണ്ടി താഴെ ഇറങ്ങിട്ടെ നമ്മുടെ സഹാ മുഖ്യമന്ത്രിയാവുന്ന അയാളെ കൊണ്ടൊന്ന് പറയിക്കാം. എന്റെ അളിയ നമ്മൾ വന്നത് ഇവിടെ കിടന്ന് തർക്കിക്കാനല്ല, എല്ലാവരും കൂടി ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനാ. എടാ രാജീവ, ഞാൻ അന്വേഷിച്ചെടുത്തോളൂ, അതേതോ ജാതിക്കാരുടെ ചുടലപ്പറമ്പായിരുന്നു. അവിടെ വീട് വെച്ചാ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്റെ അമ്മ, ഞാൻ ഈ സ്ഥലം വാങ്ങിക്കാൻ പ്ലാനിട്ട് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങി ഈ കഥയൊക്കെ. ഇത് ചുടലപ്പറമ്പ, ചുടുകാടാ, ഇതൊക്കെ ഈ സ്ഥലത്തിന്റെ വില കുറയ്ക്കാൻ വേണ്ടി ബ്രോക്കർമാരുണ്ടാക്കിയ കഥ. അവിടെ ഒരു മാങ്ങാണ്ടിയില്ല. ഏട്ടാ, പണിക്കരെ ഞാൻ പിന്നീട് കണ്ട് വിശദമായിട്ട് ചോദിച്ചപ്പോ വാസ്തുപുരുഷന്റെ കിടപ്പ് ശരിയല്ലെന്നാ പറഞ്ഞേ. എടാ പ്രസാദേ, ഞാൻ വാസ്തു പുരുഷന്റെ കിടപ്പ് ശരിയല്ലെങ്കിൽ നീ ഒരു വാസ്തു സ്ത്രീയെ കൂടെ പിടിച്ച് അയാളുടെ അടുത്ത് കിടത്തിക്ക. ഓരോരോ വിശ്വാസങ്ങള്. ഞാനൊരു തീരുമാനം പറയാം. ടൗണിനടുത്ത് ഞാനൊരു വീടും സ്ഥലവും കണ്ടുവച്ചിട്ടുണ്ട്. നീ ആ സ്ഥലം വിറ്റേച്ച് ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കും. ബാക്കി കാശ് എന്നാന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. നീ എന്നാ പറയുന്നു? ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച സ്ഥലം പാലട്ടെ. പെട്ടെന്ന് വിൽക്കാന്ന് പറഞ്ഞാണ്. ഈ പണിക്കര് പറഞ്ഞൊന്നും സത്യം പറഞ്ഞ ഞാൻ വലിയ കാര്യമാക്കുന്നില്ല. വിദേശികളൊക്കെ പണിക്കര് പറയുന്ന കേട്ടിട്ടാണോ വീട് വെക്കുന്നത്? കറക്റ്റ്. അങ്ങനെ പറഞ്ഞു കൊടുക്കളിയാ. റഷ്യക്കാര് വീട് വെക്കുന്നത് പണിക്കരെ കണ്ടിട്ടാണോ? റഷ്യക്കാരെ കാര്യം വിട്. നമ്മളെ തൊട്ടടുത്ത് എന്റെ അളിയ വാസ്തുവിനൊക്കെ അതിന്റേതായ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ആ വീട് എടുത്തിട്ട് പിന്നീട് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പറഞ്ഞൊരു കാര്യമില്ല. ഇക്കാര്യത്തില് മറിച്ചൊരു തീരുമാനം എടുക്കില്ല. അപ്പൊ ഞങ്ങളുമായിട്ട് അലച്ചത് വെറുതെയായി. നീ പിടിച്ച മുയലിന് 3 കൊമ്പ് അല്ലേടാ? നിനക്കതിയാണ്ട തന്നി കൊണവാ. നിന്റെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. അമ്മേ, വൈകിട്ട് വരാം. നിർമ്മലേ, എന്താ മാവ? ആ പണിക്കരെ വിളിച്ച് നീ നിന്റെ വീടൊന്ന് കാണിക്കേ. സുകുമാരന്റെ ബിസിനസ് മുഴുവൻ പൊട്ടുകയല്ലേ. ഇനി വാസ്തുപുരുഷന്റെ ദോഷം വല്ലതും ആണോ? അത് വാസ്തുപുരുഷന്റെ ദോഷമൊന്നുമല്ല, അവളെ കെട്ടിയ ഈ നിൽക്കുന്ന പുരുഷന്റെ ദോഷമാ. അമ്മാവാ, ഞാൻ ഇറങ്ങാണ്. ഞാൻ വരുന്നു. നിർമ്മലേ, നീ വൈകിട്ട് അങ്ങ് വീട്ടിൽ എത്തേക്കണേ. അളിയാ, ഞാൻ പോട്ടെ. നമുക്ക് ശശീരെ അവിടെ കാണാം. ഒരു 50 രൂപ എടുക്കാം. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ നീ പഠിക്കൂ, അല്ലേ രാജീവ? ഹലോ, എവിടെ? ആ, ഞാൻ ദാ വരുന്നു.
മളു മളു വിളിക്കണ്ട, നല്ല മയക്കത്തിലാ. ഒന്ന് തലചുറ്റി വീണതാ. കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞേ. മാളു ഉച്ചയ്ക്ക് ചോറുണ്ടില്ലച്ചാ. ഒത്തിരി പറഞ്ഞിട്ടും കഴിച്ചില്ല. ഗ്രൗണ്ടിൽ തലചുറ്റി വീണെന്ന് കുട്ടികളാ വന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. പേരൻസ് വന്നാലുടൻ ഡോക്ടറെ ചെന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാളുവേ, രാജുവേട്ടാ, ഇവൾക്ക് എന്നതാ പറ്റിയേ? എന്നതാ ഉണ്ടായേ? തന്നെ എന്നതടി ഉണ്ടായേ? സ്കൂളിൽ തലചുറ്റി വീണതാ അമ്മ. മോളെ, അവൾ ഉറങ്ങിക്കോട്ടെ, അവളൊന്ന് ഉറങ്ങട്ടെ. ഒന്നുമില്ല. രാജുവേട്ടാ, അവള് ഉച്ചയ്ക്കൊന്നും കഴിക്കാതെ തലവറ്റി വീണ. രാജുവേട്ടാ, എനിക്ക് വല്ലാതെ പേടിയാവും. ഒന്നുമില്ല. നീ വാ, ഡോക്ടറെ ഒന്ന് കാണാം. നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാം. വാ വാ. ചെറുപ്പത്തിൽ തലയ്ക്ക് എന്തെങ്കിലും പരുക്ക്, ഐ മീൻ വല്ല ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? അവളെ ഓടിക്കളിച്ച് വീണിട്ട് അല്ലേ? ബൈക്കിന് ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട്. മോക്കന്നൊന്നും പറ്റിയില്ല. ഒന്നും പറ്റിയില്ലെന്നെന്താ ഉറപ്പ്? അല്ല, വീണപ്പോ പേടിച്ച് കരഞ്ഞു എന്നല്ലാതെ ഇവളിങ്ങനെ ചേർത്ത് പിടിച്ചു. കൈക്കുള്ളിൽ തന്നെ ആയിരുന്നു, താഴേക്ക് പോയി. ഡോക്ടർ, കുഴപ്പമൊന്നും കാണുന്നില്ല, പേടിക്കണ്ട. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യമായതുകൊണ്ടാ സ്കാൻ ചെയ്യാൻ സജസ്റ്റ് ചെയ്തത്. 2-3 ദിവസം കുട്ടിയെ സ്കൂളിൽ വിടണ്ട. ഒരുപാട് വെയിലും പൊടിയും കൊള്ളിക്കണ്ട. ഇനി കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു EEG എടുത്തു നോക്കാം. ഇല്ലമ്മേ, കഞ്ഞി കൊടുക്കാൻ പോവാ. അയ്യോ അമ്മേ, കുഴപ്പമൊന്നുമില്ല. ഞാൻ നാളെ രാവിലെ വിളിക്കാം. എന്റെ രാജീവേട്ടാ, എല്ലാവരോടും മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. എനിക്ക് ആകെപ്പാടെ പേടിയാവുക. മാളു, നീ വന്നത് കഴിച്ചേ? എനിക്ക് വേണ്ട അമ്മേ. ഉച്ചയ്ക്ക് നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഇത് കഞ്ഞിയാ, വേഗം ഇതും കഴിച്ചേ. മോള് കഴിക്കട്ടാ. എനിക്ക് വേണ്ട അച്ഛാ. കൊഞ്ചാതെ പെണ്ണെ. നീതാ, ഞാൻ കൊടുക്കാം. കുട്ടിക്ക് അച്ഛനല്ലട തരാ. കഴിക്കും. ആ കുറ്റി അടിച്ചപ്പം മുതൽ തുടങ്ങിയതാ ഓരോരോ ദുശകുനങ്ങള്. ടേണു, നീ നിർത്തുന്നുണ്ടാ? വന്ന് കയറിയപ്പോ മുതൽ തുടങ്ങിയതാ. എടി, നമ്മൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് വാങ്ങിയ സ്ഥലമാ അത്. വിറ്റുകളെ എളുപ്പമാ. അച്ഛാ, നമുക്ക് അവിടെ വീട് വെക്കണ്ട അച്ഛാ. എന്തുമ്മാ? വേണ്ട അച്ഛാ. എന്റെ മോക്ക് പേടിയാണോ? അച്ഛൻ നല്ല വീടല്ലേ പണിയുന്നത്, എന്നാത്തിനാ പേടിക്കുന്നത്? എന്റെ ഫ്രണ്ട് അസ്നയുടെ അച്ഛൻ മരിച്ചത് അവരുടെ വീട് പണിയുടെ സമയത്താ. നമുക്ക് ആ വീട് വെക്കണ്ട അച്ഛാ. എന്റെ അച്ഛൻ മരിച്ചു, എനിക്ക് പേടിയാ. ആരാന്റെ കൂട്ടിനോട് വേണ്ടാതെ കഥയൊക്കെ പറഞ്ഞ്? ശരി, എന്റെ മോക്ക് വേണ്ടെങ്കിൽ വേണ്ട. നമുക്ക് വേറൊരു സ്ഥലത്ത് അതിലും വലിയൊരു വീട് വെക്കാം. അതെവിടെയാച്ചാ? അത് ദൂരെ ദൂരെ. ചേർത്തണയ്ക്കുമ്പോൾ വിണ്ണിലേ താരകം കണ്ണു ചിമ്മുന്നു. ഒരു വേനൽ മഴയായി നീ മുകിൽ താഴും കൂടൊന്നിൽ നിൻ മൗനമാരിവിൽ മൂടൽ മഞ്ഞലയിൽ കൺമണി നിന്നെ ഞാൻ ചേർത്തണയ്ക്കുമ്പോ ചൂടി നിൽക്കും പാതിരാവനിയിൽ ഒരു
ആരിളം സ്വപ്നമേ മയങ്ങു നീ നെഞ്ചിൽ കൺമണി നിന്നെ ഞാൻ ചേർത്തണയ്ക്കുമ്പോൾ വിണ്ണിലെ താരകം കണ്ണു ചിമ്മുന്നു. കാണി കാണി നീ നിറയും എൻ കിനാവലയിൽ ഒരു പട്ടുനൂൽ തൊട്ടിലിൽ താരാട്ടാം ഞാൻ പൊൻചുണ്ടിൻ തുമ്പിൽ നറുത്തേനിൻ ഗന്ധം മാറിലേ മോഹമേ മയങ്ങു നീ മെല്ലെ കൺമണി നിന്നെ ഞാൻ ചേർത്തണയ്ക്കുമ്പോൾ വിണ്ണിലെ താരകം കണ്ണു ചിമ്മുന്നു. ഒരു വേനൽ മഴയായി നീ മുകിൽ താഴും കൂടൊന്നിൽ നിൻ മൗനമാരിവിൽ മൂടൽ മഞ്ഞലയിൽ കൺമണി നിന്നെ ഞാൻ ചേർത്തണയ്ക്കുമ്പോൾ സാർ അന്ന് എനിക്കൊരു ഉപകാരം ചെയ്തു. പകരം ഞാൻ സാറിന് അങ്ങോട്ടൊരു ഉപകാരം ചെയ്യും. വേണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. സാറ് വിളിപ്പിച്ച എന്തിനാണെന്ന് പറഞ്ഞ സാറിനൊരു ഡെപ്യൂട്ടേഷൻ നിയമനമുണ്ട്. 6 മാസത്തേക്ക് അമരവിള ചെക്ക് പോസ്റ്റിൽ മൃഗസംരക്ഷണ വകുപ്പ് സൂപ്രണ്ടായി. സാർ എന്നതായി പറയുന്നത്? ഇത് പറയാൻ ഞാൻ വകുപ്പ് മന്ത്രിയൊന്നുമല്ല. എന്റെ സാറേ, തിരുനെൽവേലിയിൽ നിന്നും തൂത്തുക്കുടിയിൽ നിന്നും വരുന്ന എന്റെ വണ്ടി മാത്രം ചെക്ക് പോസ്റ്റ് കടക്കത്തില്ല. ആന്ത്രാക്സാ, കോഴിപ്പനിയാ, പന്നിപ്പനിയാ എന്നൊക്കെ പറഞ്ഞ് എന്റെ ലോഡെല്ലാം അങ്ങ് പിടിച്ചിടുക. അതുകൊണ്ട് എന്റെ വണ്ടി കടന്നു പോരാൻ ഒരു ചാല് വേണം. സാർ അവിടെ ഉണ്ടെങ്കിൽ കണ്ണും പൂട്ടി എന്റെ ലോഡ് ചെക്ക് പോസ്റ്റ് കിടക്കും. വെറുതെ വേണ്ട. ഇല്ല സാർ, അമരവളയിലോട്ട് ഞാനില്ല. അയ്യോ, സാറിനെ ധർമ്മസംഘത്തിലാക്കരുത്. മോനെ, നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. എന്റെ സാറേ ഇത് കേക്ക് സാറേ, നമുക്ക് ഈ ബിസിനസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. നിങ്ങൾ പറഞ്ഞിട്ട് ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. എന്റെ നിവൃത്തിയുടെ കൊണ്ട് ന്യായീകരിക്കുകയല്ല. പക്ഷെ അതിനുശേഷം ഞാൻ നന്നായിട്ടൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം സാർ. ശരിയാവില്ല സാറേ. കാര്യം എനിക്ക് സാറിന് അത്ര വിദ്യാഭ്യാസമില്ല, ലോക പരിചയവും കുറവാ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, അവസരങ്ങൾ വിട്ടുകളയുന്നത് വിഡ്ഢിത്തരവാ. ഇന്ന് ഈ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി സാറാ. ശരിയാ മോന, ഞാൻ തന്നെ ഏറ്റവും വലിയ വിഡ്ഢി. അത് ഏറ്റവും നന്നായി പറയാൻ കഴിയുന്ന നിനക്കുവാ. ഞാൻ പോയിക്കോട്ടെ സാർ. സാറേ, കൈവിട്ടു പോയോ? നീ ചുമ്മാ വേറെ വഴിയുണ്ട്. വന്നോ? രാജീവേട്ട നല്ല ആളാ കേട്ടോ. ഇങ്ങനെയൊക്കെ സർപ്രൈസ് ഉണ്ടാക്കാൻ അറിയോ ഡോക്ടർക്ക്? മോഹനാണോ ഈ കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ച് പറയേണ്ടത്? ഞാൻ 2 മണിക്കൂർ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിയ KKയുടെ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയത്. വാങ്ങി വെച്ചിട്ട് എവിടേക്കാ ഓടിയത്? ഞാൻ എത്ര തവണ വിളിച്ചു, ഔട്ട് ഓഫ് റേഞ്ചിലായിരുന്നല്ലോ. ഈ രാജീവേട്ടന് ഒരു കുന്തം അറിയത്തില്ല. വെളുത്ത കളറുള്ള ഫ്രിഡ്ജ് ഈ കാലത്ത് ആരെങ്കിലും വാങ്ങുമോ മനുഷ്യ? അതും സിംഗിൾ ഡോർ 2 സ്റ്റാർ. രാജീവേട്ടൻ അതാ സെലക്ട് ചെയ്തേന്ന് KK സാറ് പറഞ്ഞപ്പോ ഞാനങ്ങ് ചമ്മിപ്പോയി. ഞാൻ മാറ്റിയെടുത്തു. ദേ, ഇത് ഡബിൾ ഡോർ 5 സ്റ്റാർ റെഫ്രിജറേറ്ററാ, ചെറിയ കളർ. എന്തായാലും വാങ്ങി. ഒരു 4000 രൂപയുടെ ഡിഫറൻസ്. അത് KK സാർ അഡ്ജസ്റ്റ് ചെയ്ത് 2000 രൂപയാക്കി. എന്തായാലും രാജീവേട്ടനെ പുള്ളിക്കാരന് വലിയ ബഹുമാനോ. ഓ, ഡോക്ടർക്ക് എന്താ ഒരു ഇഷ്ടക്കേട്? കൂടുതലായ പൈസ എന്റെ സാലറി അങ്ങ് എടുത്തോ. പിന്നെ KK സാറാ എന്നെ ഇവിടം വരെ കൊണ്ടാക്കിയത്.
എന്നാ കാറ രാജീവേട്ട പുള്ളിയുടേത്? രാജീവേട്ടൻ പറഞ്ഞ പോലെ അയാളൊരു ഫ്രോഡാന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വീട് പണി തീർന്നിട്ട് മതിയായിരുന്നു. വെറുതെ ഇവിടെ ഇരുന്ന് പൊടിയടിക്കില്ലേ? ഹലോ രാജീവ് സാറേ, എന്താ ഭാര്യ ഹാപ്പി അല്ലേ? ഞാൻ ഇങ്ങനെയാ സാർ, പിടിച്ച വട്ട വിട്ടിട്ട് ഡോക്ടറെ എനിക്ക് ഇനിയും വേണം. ഭാര്യയും കുട്ടി ഒരിക്കൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വന്നേ, എന്നിട്ട് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അങ്ങ് എടുത്തോ. പക്ഷെ നമ്മുടെ കാര്യം അത് ഓർമ്മ വേണം. പിന്നെ ടീച്ചർ നല്ല കുട്ടിയാണ് കേട്ടോ. ലോണൊന്നും എടുക്കാതെ വീട് പണി തുടങ്ങാനുള്ള അത്രയും ക്യാഷ് രാജീവേട്ടൻ എവിടുന്ന് അറേഞ്ച് ചെയ്തത്? ആരുടെയെന്നെങ്കിലും പലിശയ്ക്ക് വാങ്ങിച്ചോ? അതോ കാശ് എവിടുന്നാന്ന് എന്നോട് പറയാലോ. ഐസക്കച്ചായൻ ഐസക്കച്ചായൻ നമ്മുടെ പ്രോപ്പർട്ടിയുടെ വീട്ടില് എവിടുന്ന കുറച്ച് പൈസ റെഡിയാക്കി. ഐസക്കച്ചായനുമായി ചേർന്നുള്ള കൂട്ടുകച്ചവടമാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്തായാലും ഇത്രയും ബി പി വേണ്ട കേട്ടോ. എല്ലാം ശരിയാവും രാജീവേട്ട. അമരവിളക്ക് എന്നാ പോണ്ടേ? ബുധനാഴ്ച. സാറേ വണ്ടി എവിടെ കിടക്കുന്നേ? അവിടെ സാറേ. അവിടെ അവിടെ സാറേ. ഇത് എന്നതാ? കൊറേ എണ്ണം ചത്തിട്ടുണ്ടല്ലോ സാറേ. ഇത് കേക്കയുടെ വണ്ടിയാ. എന്നാ കേക്കയുടെ കോഴികൾ ചാവത്തില്ലേ? അല്ല സാർ, അത് പിന്നെ എന്നാ പിന്നെ വണ്ടി ഇവിടെ കിടക്കട്ടെ. ഓ സാറേ ബഷീറാ. അത് അയാള് വണ്ടി പിടിച്ചിട്ടിരിക്കുവാ. സമയത്തിന് ലോഡെത്തിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓ ശരി സാർ. ഹലോ, ഡോക്ടർ നമ്മുടെ വണ്ടി പിടിച്ചെന്നറിഞ്ഞു. കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് പിരിഞ്ഞതല്ലേ? വെറുതെ സംസാരിച്ച് പിരിഞ്ഞല്ലേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ഒരു ധാരണയാക്കണ്ടേ? ഡോക്ടർ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഒരു ലോഡിന് എനിക്ക് എന്നാ തരും? ഡോക്ടർ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ? പഠിപ്പിച്ചത് നിങ്ങൾ തന്നെയല്ലേ സാറേ? ഇനി പരീക്ഷ പാസ്സായിട്ട് അങ്ങോട്ടുള്ളൂ. അപ്പോ വണ്ടി ഒന്നിന് 25,000. അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഒരു 5-6 ലക്ഷം ഞാനങ്ങ് എത്തിച്ചേക്കാം. പിന്നെ ഈ ലോഡുമായിട്ട് വരുമ്പോ ഇവന്മാരുടെ വല്ല കോഡും പറയാൻ പറ. വെറുതെ കേക്കെന്ന് വിളിച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട. സാറാ വണ്ടി അങ്ങ് വിട്ടാരും. ഓക്കെ കേക്കെ, വണ്ടി എപ്പോഴേ വിട്ടിരിക്കുന്നു. കൊള്ളാം മോനെ ഷിബു. സർ, വണ്ടി വേളാങ്കണ്ണിക്ക് വിട്ടു. സർ. ശരി സാർ. ചപ്പാത്തിയാ സാറേ? ബാക്കി കുഴപ്പമില്ല, വെച്ചോ. സാറേ വിജിലൻസ് വരുന്നു. പുറത്തു പോ, എല്ലാരും പുറത്തു പോ. പുറത്തു പോണം, എല്ലാരും പുറത്തു പോണം. പുറത്തു പോ. എടാ രാജീവ, ആരിഫേ, നീ എങ്ങനെ ഈ കാട്ടിലെത്തിയടാ? ഡെപ്യൂട്ടേഷൻ. ഓ, നിനക്ക് പറ്റിയ ഏരിയ അല്ലത്. ഡെയിലി കംപ്ലൈന്റാ. പിച്ചക്കാരെന്ന് പോലും പിടിച്ചു പറയാ. എന്താടാ ഒന്ന് വേർക്കുന്നേ? നിന്നെ പെട്ടെന്ന് കണ്ടപ്പോ കൂട്ടുകാരനാണേലും വിജിലൻസ് അല്ലടാ.
നീ പോടാ മൈ. നിന്നെ പരിശോധിച്ചാ എനിക്ക് തന്നെ നാണക്കേടാവും. നീ പഴയ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, ആദർശവാദി, ഇൻകുലാബ്. അന്ന് കണ്ടതിലും സ്മാർട്ട് ആയാലോടാ നിന്റെ ബേബി. സോറിടാ, നമ്മുടെ പണി ഇതായി പോയില്ലേ. നീ കഴിച്ചോ. നീ ചോറിന്റെ ആളായിരുന്നല്ലോടാ. രാത്രി ചപ്പാത്തിയൊക്കെയാ തടി കുറയ്ക്കാനാ? തടി വല്ലതും കൂടുവാരിഫേ. ചപ്പാത്തി കൊള്ളാം, നല്ലതാ. ഞാൻ ഇനിയും വരും നിന്നെ പൊക്കാൻ, എന്നിട്ട് നമുക്കൊന്ന് കൂടണം. പോടാ വിനയ. പോരെ, ഇവനിരിക്കുന്ന ഓഫീസാ, ഒന്നും കാണത്തില്ല. വാ ഇറങ്ങാം. രക്ഷപ്പെട്ടു അല്ലേ സാറേ? അന്നം ഈശ്വരനാ തോമസേ. മലയാ സാർ, ഫ്ലോർ എന്നാ ചെയ്യണം ചൊല്ല? ടൈലാ ഗ്രാനൈറ്റാ? ഇറ്റാലിയൻ മാർബിളൊക്കെ ഇടണമെന്നായിരുന്നു ആഗ്രഹം. ഇനിയിപ്പൊ ഗ്രാനൈറ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സറിയാ സാർ, ഗ്രാനൈറ്റ് ரொம்ப நல்லா இருக்கு സാർ. ആ ടൈലാണെങ്കിൽ എന്റെ നല്ലൊരു സെറ്റപ്പ് ഉണ്ട് അളിയാ. ആ സെറ്റപ്പ് വേണ്ടളിയാ. വേണ്ടളിയാ சார், சுகுவேட்டன் சொல்றதில் காரியம் இருக்கு. கம்பி சிமெண்ட்னா நாளுக்கு நாள் விலை ஜாஸ்தியா வருது. போன வாரம் விலை இல்ல, இந்த വാരം. യവൻ പറഞ്ഞ കേട്ടല്ലോ, ഇന്ത ആഴ്ചയിലെ വിലയല്ല അന്ത കാലത്തില്. അതുകൊണ്ട് ഗ്രാനൈറ്റ് ആയാലും ടൈലായാലും അളിയൻ നേരത്തെ വാങ്ങിച്ചു വെച്ചാൽ അളിയന് പൈസ ലാഭം. അയ്യോ, എനിക്ക് കമ്മീഷൻ അടിക്കാനല്ല. അയ്യോ, അളിയൻ കമ്മീഷനെ അടിക്കത്തില്ലെന്ന് എനിക്കറിഞ്ഞൂടെ. അല്ലാതെ അളിയ ഇന്നലെ ഇവ എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. ഈ ക്വാറിയിൽ നിന്ന് നേരിട്ട് ഗ്രാനൈറ്റ് വളരെ ചീപ്പ് റേറ്റിൽ ഇറങ്ങണ ഒരു പാർട്ടിയെ പറ്റി ഒന്ന് നേരിട്ട് ഡീൽ ചെയ്താ എന്താ? അല്ലെ, എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ, ഇത് ഇത്ര നേരത്തെ ഇറക്കി വെക്കണം? വേണമാ? ஆமா, ரொம்ப லாபம் சார். அந்த பார்ட்டியை நான் சாருக்கு പരിചയപ്പെടുത്താം. ഇതേ ഈ റോഡ് സൈഡിൽ കോണം കൊടുത്തിട്ട് നിൽക്കുന്ന വീപ്പ ഇല്ലേ, അവന്റെ അല്ല സാർ, ഇത് വന്ന് കർണാടക. കർണാടക. അളിയ ആലോചിക്ക. നീ പോയി ദോശ കേട്ടെ. ഇപ്പൊ എനിക്കിവിടെ രണ്ടെണ്ണം തരുവടേ. அதுக்கு தோசை இல்ல சார். എന്നാ ചമ്മന്തിയെങ്കിലും താ നക്ക. சரி சார். ശരി, അപ്പുറം പോകാം. ഈ ടാക്സ് പേപ്പർ പുതുക്കണം കേട്ടോ, അവന്മാരവിടെ പിടിക്കും. സാർ, അവിടെ കൊടുത്താ. ശരി സാർ. ഞാൻ മുരുകേശൻ ബാളയ്യ പറഞ്ഞിട്ട് വന്നതാണ് സാറിനെ കാണാൻ. ഇയാളാണോ മുരുകേശൻ? ആമാ സാർ. ബാലയെ എങ്ങനെയൊക്കെ പരിചയം? ബാളയ്യ ഞാൻ ജോലി ചെയ്യുന്ന ഷോപ്പിൽ വരാറുണ്ട് സാർ. അവിടെ കോട്ടയത്ത് JMJ മാർബിൾസ്. നീ തമിഴാ? അല്ല സാർ, കർണാടക, ചിക്കമംഗളൂർ. പക്ഷെ നല്ലോണം മലയാളം പറയുന്നുണ്ട്. ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. സാറേ, സാറിന് ഗ്രാനൈറ്റ് അല്ലേ വേണ്ടത്? പകുതി വിലക്ക് ഞാൻ തരാം. ബാലയെ പറഞ്ഞു. പക്ഷെ ഇതെങ്ങനെ? ഷോറൂമിലെ വണ്ടി എല്ലാ ആഴ്ചയിലും ക്വാറിയിൽ പോകുന്നുണ്ട്, മൂർഗിലും ഹൊസൂറിലും. അവരുടെ പാസിൽ 6 മറിയാതെ നമുക്ക് സാധനം കൊണ്ടുവരാം. കാഷ് റെഡി കൊടുക്കണമെന്നേ ഉള്ളൂ. പലർക്കും ഞങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും കിട്ടുന്നതുകൊണ്ടാണ് സാർ കളഞ്ഞു പോകുന്നത്. അവിടെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് അബൂബക്കർ സാറിന്റെ ബിൽഡിങ്ങിന് ഗ്രാനൈറ്റ് ഇറക്കി കൊടുത്ത് ഞാനാ. ആണോ? ആമാ സാർ. ഈ ക്വാറിന്ന് എടുക്കുമ്പോ ശരിക്കും എത്ര കുറയും മുരുകേശ? സാർ, നാട്ടിലെ വില വെച്ച് സ്ക്വയർ ഫീറ്റിന് നേർ പകുതിയാകും. പിന്നെ താല്പര്യമില്ലെങ്കിൽ ഇത് ആരോടും പറയരുത്, എന്റെ പണി പോകും. ജീവിക്കണ്ടേ സാർ? നമുക്ക് നോക്കാം മുരുകേശ. ധന്യ, പതുക്കെ വീണ് കാല് മുറിഞ്ഞ അവിടെ ഇട്ടെണ്ണം പൊട്ടിക്കും ഞാൻ. രാജീവേട്ടന് വട്ടുണ്ടോ? ഇത്രയും കഷ്ടപ്പെട്ട് കർണാടക വരെ പോയി ഗ്രാനൈറ്റും കൊണ്ടുവരാൻ? ഞാൻ എന്റെ തലേ ചുവന്നുണ്ടല്ലോ ഗ്രാനൈറ്റ് കൊണ്ടുവരാൻ പോതാ. കഷ്ടപ്പാട്. എന്തായാലും ഗ്രാനൈറ്റ് വാങ്ങാൻ രാജീവേട്ടൻ കർണാടകയിൽ പോകുന്നില്ല. നീ ഇത് എന്നെ അറിഞ്ഞോണ്ടാ ഒറ്റയടിക്ക് 3 ലക്ഷം രൂപയ്ക്ക് മാറുന്നേ. ഞാനിവിടെ കിടന്നപ്പെടുന്ന പങ്കപ്പാട് എനിക്ക് മാത്രം അറിയാം. രാജീവേട്ടൻ കർണാടകയ്ക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ വിലക്ക് കേരളത്തിൽ ഗ്രാനൈറ്റ് കിട്ടത്തില്ല. അത് നമ്പർ 1 എക്സ്പോർട്ട് ക്വാളിറ്റി. ഇതാകുമ്പോ നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടമുള്ള ഷെയ്ഡ് നോക്കി മുറിച്ചെടുക്കാം. ഹലോ, അബൂബക്കറിന്റെ അളിയനല്ലേ? ഞാൻ ഡോക്ടർ രാജീവനാ, ഡയറി ഫാമിലെ. എന്താ ഡോക്ടർ ഈ രാത്രിയില്? അബൂബക്കറിന്റെ വീടിന് വേണ്ടി ഗ്രാനൈറ്റ് എടുത്ത് കർണാടകന്നല്ലയോ? ഹൊസൂർ വരെ പോകണ്ട, മൂർഗ് എന്ന സ്ഥലത്തിന്റെ പേര്. ലാഭം അല്ലയോ? ലാഭമൊക്കെ തന്നെയാ, പക്ഷെ മെനക്കെടാ ഡോക്ടറെ, പോയി വരണ്ടായോ? പക്ഷെ നല്ല ക്വാളിറ്റി സാധനം കിട്ടത്തില്ലേ? ക്വാളിറ്റി ഒക്കെ കിട്ടും. ആർക്കാ, ഡോക്ടർക്കാണോ? ഞാനൊരു വീട് പണി തുടങ്ങി. 10,500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. പാസ് കയ്യിലുള്ള ആളുണ്ടെങ്കിൽ കാര്യം നടപ്പതാ. അപ്പൊ എല്ലാം കൂടെ അവിടെ നിന്ന് എടുക്കുന്നത് തന്നെയാ ലാഭം അല്ലയോ? ഡോക്ടർ ഏതായാലും പോയി നോക്ക്. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും കേട്ടോ. ആയിക്കോട്ടെ ഡോക്ടറെ.
ശരി. എടീ അബൂബക്കറിന്റെ അളിയനാ. അവര് ഗ്രാൻഡ് എടുത്തത് ഈ പറഞ്ഞ സ്ഥലത്തു നിന്നാ. ഒന്നുകൂടി നന്നായിട്ട് ആലോചിച്ചിട്ട് രാജുവേട്ടനൊരു തീരുമാനം എടുത്താൽ മതി. ആവേശത്തിന് കയറി ചാടണ്ട. അങ്ങനെ ആവേശത്തിലല്ലേ ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. ഇനിയിപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ആണോ? എടീ ഇലക്ട്രിസിറ്റി കണക്ഷനെ കുറിച്ച് ജെയ്യായിട്ട് സംസാരിക്കേണ്ടത് നാളെയാ. നീ ഒന്ന് അയാളെ പോയി കാണണം. പിന്നെ അതുപോലെ തന്നെ അവിടോട്ട് മണലിറക്കുന്ന കാര്യം ഏൽപ്പിച്ചിരിക്കുന്ന സുമാരളീനെ. അതുകൊണ്ട് തന്നെ നിന്റെ ഒരു കണ്ണ് വേണം. അടിച്ചു കോങ്കിയ മണൽ സിമന്റ് ആവരുത്. ഈ ചാർജ് എടുത്തില്ലായിരുന്നു? അയ്യോ, അവിടെ ചെന്ന ഉടനെ വിളിക്കണേ. വിളിക്കാനാ? എടി അവിടെ മൊബൈൽ റോമിങ്ങാ. കർണാടക അല്ലേ? ഞാൻ വിളിക്കത്തില്ല. പിന്നെ റോമിങ് ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു മോനെ വെറുപ്പിക്കാൻ. ഒന്ന് ചിരിച്ചേ. ഒരു ചിരി കണ്ടാൽ കുളി കണ്ടാൽ അത് മതി. എന്ത് പാടി? ഈ കർണാടക എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിലൊന്നും അല്ല, ഇതോ അപ്പുറത്താ. നീ എന്തുവാണ് ഒരു വാക്ക് പറയാതെ പോയേ? ഞാൻ വിളിച്ചായിരുന്നു, കിട്ടിയില്ല. ഓ, വലിയ സെറ്റപ്പ് ആയല്ലോ. കർണാടകത്തിലൊക്കെ പോയാ മാർണം എടുക്കുന്നേ. എന്നാ പിന്നെ രാജസ്ഥാനിലേക്ക് പോകാൻ മേലായിരുന്നു. പോട കള്ള, നീ പോകണ്ടെന്ന് ഞാൻ പറയുമെന്ന് വിചാരിച്ചിട്ടല്ലയോ? എന്തായാലും സൂക്ഷിച്ചു പോ. വല്ല ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചറിയിക്കണം. ഞാൻ എന്തായാലും ഉണ്ടെങ്കിൽ വിളിക്കാം. ഈ മൂർഗിലും ഒസൂരൊക്കെ എനിക്ക് പരിചയക്കാരുള്ളതാ. ഞാൻ വിളിക്കാം. ഓ ശരി, ആട്ടെ. ചേട്ടനാ? ചേട്ടനോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇങ്ങോട്ട് വരുന്ന കാര്യം. പഴയ റോഡൊക്കെ നേരെയാക്കി സാർ. അതാ പണ്ട് കുണ്ടുകുഴിയൊക്കെ ആയിരുന്നല്ലേ? ആമാ സാർ. ഇതൊക്കെ നമ്മുടെ സ്ഥിര റൂട്ടല്ലേ? ഊടുവഴിയിലെ ആസാനല്ലേ ഇരിക്കുന്നത്. ഇത് രണ്ട് സൈഡും കാടാണോ? ആമാ സാർ, രണ്ട് സൈഡ്. പുലിയുണ്ട്, പുലി. ഡ്രൈവർ കഴിക്കില്ലായിരിക്കും അല്ലേ? ഡ്രിങ്ക്സ് കഴിച്ചില്ലെങ്കിലും സാർ കുഴപ്പം, കണ്ണ് പിടിക്കത്തില്ല. ഇത് ചെന്നു കഴിഞ്ഞാ 150 വാൾട്ട് ബൾബിട്ട മാറി ഒരൊറ്റ ഇരുപ്പ അങ്ങ് മൂർഗു വരെ. ഷാറിന് ഒന്ന് കൊടുക്ക്. ഷാറ് ഈ സാധനം ഒന്നും കഴിക്കില്ലായിരിക്കും അല്ലേ? സാറ് ഫസ്റ്റ് ടൈമാ കർണാടകയ്ക്ക്? ഇനി ഇപ്പൊ എപ്പോഴും പോകാമല്ലോ. അതല്ല ഇവിടെ എന്താ സാർ? ഒരു 5 മിനിറ്റ് ഇപ്പൊ പറ. ഇതെന്നതാ ഇവിടെ? സെറ്റപ്പാ സാറേ, ഇപ്പൊ വരും. മാറിയാ മാച്ച് ബസ് കൊടുക്കാ. എന്നാടി? രാജീവേട്ടൻ എവിടെ എത്തി? അതറിയത്തില്ലടി. സ്ഥലം ഇത് കോറി എത്താറായോ? അതറിയാൻ മേല. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? അറിയാ സാർ, അവർക്ക് തരും. കുറച്ചു ദൂരം ഉണ്ടടി. രാജീവേട്ടൻ ടെൻഷൻ ആവണ്ട. മാളൂന് നല്ല ടെമ്പറേച്ചർ ഉണ്ട്. ഒരു തവണ വൊമിറ്റ് ചെയ്തു. അതെന്നതാ പെട്ടെന്ന്? ഞാൻ ബാലേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാലേട്ടൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അവിടെ കാൽപ്പോളൊന്നും ഇരിപ്പില്ലേ? തീർന്നു രാജീവേട്ടാ, എല്ലാം തീർന്നു. എടി, നമ്മുടെ ബെഡ്റൂമിന്റെ സൈഡ് ഡ്രോയറിൽ ഒരു ക്രോസിന്റെ സ്ട്രിപ്പ് കാണും. സാറേ, ഒരു 1000 രൂപ. എന്നതിന്? ഒരു 1000 രൂപ കൂടി സാർ കണക്കിൽ വെച്ചിക്കോ, തരാം. എടി, ഞാൻ വിളിക്കാം. ഒന്ന് വേഗം വാ മുരുകേശ. സാർ, அவளுக்கு கொடுக்கானா? நம்ம பொண்ணு சார். சாருக்கு இன்ட்ரெஸ்ட் இருக்கா? நோயா? ഇതുണ്ടല്ലോ ഒരു ചാക്ക് ഗുളിക. കണ്ടല്ലോ, ഇതിൽ ഒരെണ്ണം പോലും മിച്ചം വെക്കാതെ കഴിച്ചോണം. വേണ്ട വല്ലേച്ച. അയ്യടാ, എവള് കിടന്ന് ചിണുങ്ങുന്നുണ്ടില്ലേ? വാ.
ആ രാജപ്പൻ എന്താ ഇവിടെ? സാറേ അപ്പൊ നിങ്ങൾ ആരും ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ? അദ്ദേഹം 101-ാമത്തെ മുറി കിടക്കുവാ. എന്നതാ എന്നെ പറ്റി രാജപ്പ? ഇന്നലെ രാത്രി 10-11 മണിയായി കാണും. പെട്ടെന്നൊരു നെഞ്ചുവേദന. ഞങ്ങൾ അടുത്തുള്ളതുകൊണ്ട് ഉടനെ ഇങ്ങ് കൊണ്ടുവന്നു. വാ. എന്നെ പറ്റി കൃഷ്ണമാമ? എന്നതാ ഉണ്ടായേ? ഓ, ഒരു ചെറിയ നെഞ്ചുവേദന, അറ്റാക്കോ മറ്റോ ആണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അറ്റാക്കിനുള്ള സാധനമൊക്കെ അമ്മാവന്റെ ശരീരത്തിലുണ്ടോ? നിന്നെയൊന്നും ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ. മോളേക്ക് വന്നേ. വേണ്ട വല്യമാമ, അടുത്തു വന്ന പനി കിട്ടും. മോക്ക് എപ്പോഴാണ് ഈ പനി തുടങ്ങിയത്? ഞങ്ങള് രാത്രി വന്നതാ കൃഷ്ണമാമ. ഇപ്പൊ ഡിസ്ചാർജ് ആയി. രാജപ്പ ഇങ്ങിതാ, ഞാൻ കൊടുക്കാം. വല്യമാമ കടല മിഠായി. അയ്യോ, ഒന്നുമില്ലല്ലോ മോളെ. വലിയ മാമ ഇനി വരുമ്പോ മോക്കൊരു വലിയ സൂത്രം തരാം. കൃഷ്ണമാമ ചായ. അവൻ എന്തി? വീട് പണി തുടങ്ങിയില്ലേ അമ്മാവ? കർണാടക വരെ പോയേക്കുവാ ഗ്രാനൈറ്റ് എടുക്കാൻ. ഓ പിന്നെ, അത് ഭൂമി മലയാളത്തിൽ കിട്ടാത്ത സാധനമല്ലേ. അവന്റെ തന്ത ഇങ്ങനെ തന്നെയായിരുന്നു. ലാഭക്കച്ചവടം എവിടെയുണ്ടോ അവിടെ അച്ഛനും കാണും. അതെ ബാലേട്ടാ, ഒന്ന് പതുക്കെ. ഞങ്ങളുടെ അച്ഛൻ ശുദ്ധനായതുകൊണ്ട് ആധാരം ഇപ്പോഴും അമ്മാവന്റെ കക്ഷത്ത് തന്നെ ഇരിക്കുന്നത്. പിന്നെ അർഹതപ്പെട്ടത് രാജീവനാ. അവനൊരു പാവം ഇതുകൊണ്ട് അമ്മാവന്റെ മെക്കിട്ടേറാൻ വരുന്നില്ല. പിടിച്ചു വെച്ചോ. അതേടാ, പിടിച്ചു വെച്ചത് തന്നെയാ. അന്ന് ഞാൻ അവനത് എഴുതി കൊടുത്തിരുന്നെങ്കിൽ വീട്ടിൽ കയറി വരുന്ന കണ്ട പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ നുള്ളി പെറുക്കി വീതിച്ചു കൊടുത്തേനെ. അല്ലെങ്കിൽ അവനത് വിറ്റ് തൊലച്ചേനെ. തന്തയുടെ സ്വത്തൊന്നും പറഞ്ഞ് ചൂണ്ടി കാണിക്കാൻ ആ മണ്ണെങ്കിലും അവിടെ കിടക്കട്ടെ. വേണ്ട വേണ്ട മാവ, ഞങ്ങൾക്കൊന്നും വേണ്ട. പിന്നെ പോകുമ്പോ എല്ലാം അങ്ങ് കൊണ്ടുപോയിക്കോണം. ഒന്നും മിച്ചം വെച്ചേക്കരുത്. എന്താ ഇത്? മതിയായില്ല നിനക്ക്? ഇനി എന്ത് വിസ്തരിക്കാൻ നിൽക്കാം? അങ്ങനെയൊക്കെ പോവാതടാ. വാദിച്ചും വിസ്തരിച്ചും വിധിപ്പാർപ്പമാക്കിയിട്ട് പോയാ മതി. അഹങ്കാരി. അയ്യോ, പിടിച്ചേ അമ്മാവ, കിടക്ക. കൃഷ്ണമാമ എന്താ? മോളെ, ഞാൻ ഇത്രയും കാലം ഈ സ്ഥലം അവന് വിട്ടുകൊടുക്കാത്തത് എന്താണെന്നറിയാവോ? ഞാൻ അവനത് വിട്ടുകൊടുത്ത കണ്ട കാക്കയും പൂച്ചയും ഒക്കെ കൊണ്ടുപോകും. കാക്കയും പൂച്ചയെന്നൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് അവന്റെ കൂടപ്പറപ്പുകളെയാ. ആരോരുമില്ലാത്ത എനിക്ക് എന്തിനാണ് മോളെ ഈ 3.5 ഏക്കർ സ്ഥലവും വീടും ഒക്കെ? എന്റെ കാലശേഷം അത് അവന് തന്നെ ഉള്ളതാ. മുരുകേശ, എന്തോ ഒരു മിസ്സിങ്. വാ നോക്കാം. അല്ല, ഇതുവഴി തന്നെയാണോ ഈ മുറുക്കിലോട്ട് പോകുന്നത്? ഇത് വന്ന് ഷോർട്ട് കട്ട് സാർ. കൂപ്പിട്. സാറേ, ഒന്ന് ഇറങ്ങി വരണം. ഒരു കൈ സഹായം വേണം. സാറേ, കൊഞ്ചം സഹായം ചെയ്യണം. പെട്ടി എതുക്ക് തൂക്കണം സാർ? ഇങ്ങ വെക്കലാമേ? ഇല്ല, വേണ്ട. ഓ വര. എന്നാ പറ്റി? സാറി പെട്ടി വിടത്തില്ല അല്ലേ? സാറേ, ഞങ്ങൾക്ക് സാറിനെ ഉപദ്രവിക്കണമെന്നില്ല. ആ പെട്ടിയിലെ കാശ് മാത്രം മതി. വലിയ ബുദ്ധിയൊന്നും കാണിക്കാതെ കാശിഞ്ഞ് തന്ന അടുത്ത ഇൻഡസ്ട്രേറ്റ് പിടിച്ച് വീട്ടിൽ പോവാം. நீங்க ஒண்ணுமே பயப்பட வேண்டாம் சார். நாங்க ஒண்ணுமே செய்ய மாட்டேன். ഞങ്ങള് 3 പേരുണ്ട്. ഈ വഴി വേറെ വണ്ടി വരില്ല സാറേ. ആളും വരില്ല. சார், ரொம்ப கஷ்டம் சார் என்னோட வாழ்க்கை. அந்த பணம் எனக்கு வேணும் சார். சார், உங்களுக்கு செக் போஸ்ட்ல வேலை, எத்தனை காசு வேணாலும் சம்பாதிக்கலாம். ஆனா எனக்கு வந்தது லைஃப்ல ஒரு கோல்டன் சான்ஸ். சார், இந்த கேஷ் எனக்கு தரணும். கண்டிப்பா இங்க இருந்து உயிரோட போக மாட்டேன் சார். நீங்க ஏதாவது ட்ரிக் விக் பண்ணி വണ്ടി
ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ಹೌಸ್ ವೇರ್ കേരള ഡിസ്ട്രിക്ട് കോട്ടയം ഞാനൊന്നും ചെയ്തിട്ടില്ല They cheated me. I'm innocent. Sir, please, sir. Phone, purse, ID card. Sir, ID. Veterinary surgeon, Manjari Farm. Signature. Sir, വേണ്ട sir. Sign. കേസ് ആക്കരുത് സർ പ്ലീസ്. Hey, sign മാಡು. உனக்கு தமிழ் தெரியுமா? தெரியும் சார். அங்க போய் நில்லடா. சார் போட்டோ வேண்டாம் சார் ப்ளீஸ். Pandya. Sir. Not the lorry details an affair. Yes, sir. അച്ഛൻ എപ്പോഴാ പോകുന്നേ? അയ്യോടി ഇപ്പോഴാണോ ചോദിക്കുന്നത്? അച്ഛന് മറ്റന്നാ പോയിട്ട് അച്ഛൻ എന്നാ വരുന്നേ? ഓയ്യോ എന്നാ ഒരു സ്നേഹം. ഇതിപ്പോ അവള് ചോദിച്ചോണ്ടല്ലേ അച്ഛൻ പറ്റിയോ നിങ്ങൾ വരുന്നില്ലയോ? വാ നാളെ സ്കൂളുള്ളതല്ലേ, ഹോംവർക്ക് ഒക്കെ ചെയ്തായിരുന്നു? ചെയ്തു. சார் எந்த பிரீஃப் கேஸ்? ஆமா உன்னுடையதா. நீ வந்த அந்த லோரி இல்லையா, அது தும்கூர் வளவுல ஆக்சிடென்ட் ஆச்சு. டிரைவர் கிளீனர் ஹாஸ்பிட்டல் ஆச்சு. உன்னுடைய எதிரியா? இல்ல சார். என்னடா பெட்டிக்குள்ள கள்ளநோட்டா? சிஐ வேலு சார் வரட்டும், உன்னை நல்லாவே ஹேண்டில் பண்ண வேண்டும். நீ அடிச்ச முருக நீ சாவல, அவன் சீரியஸா ஐசியூல இருக்கு. அவன் ஏதாவது ஆயிடுச்சுன்னா நீ அவ்வளவுதான்.
മലയാളിയാ? ആമാ സാർ. ഊര്? മഞ്ചാടി. മന്താടി? കോട്ടയം, കേരള. ഞാനൊരു വെറ്റിനറി ഡോക്ടറാണ് സാർ. അതുതന്നെ സല്യൂട്ട് ബാക്കാ. ഉനക്ക് എന്നടാ ഇങ്ങനെ ബിസിനസ്? നമ്പർ 2 ബിസിനസ്സാ? സാർ ഞാനിവിടെ ഗ്രാനൈറ്റ് വാങ്ങാൻ വന്നാണ് സാർ. ഗ്രാനൈറ്റാ? കേരളാവിലെ ഗ്രാനൈറ്റ് ഇൽവാ? ഗ്രാനൈറ്റ് ഇവിടെ ലാഭത്തിന് കിട്ടുമെന്ന് മുരുകേശൻ പറഞ്ഞപ്പോ. മുരുകേശൻ ഉനക്ക് യാര്? എപ്പടി തരി? വീട്ടിനപ്പുറത്തുള്ള മാർബിൾ ഇടയിലെ ആളാ മുരുകേശൻ. 2 ലക്ഷം രൂപയ്ക്ക് ലാഭത്തിന് ഇവിടുന്ന് ഘോസൂരിന്നും മുറുകുന്നും ഒക്കെ ഗ്രാനൈറ്റ് കിടക്കും. ಏನು ನಾ ಫೂಲಾ? 2 ಲಕ್ಷ ಪ್ರಾಫಿಟ್க்கு உனக்கு கிரானைட் இங்க எங்க கிடைக்கும்? நிஜா ಹೇಳು மௌனே. என்னடா உங்களுக்கு என்னடா இங்க பிசினஸ்? கடுத்தா கண்மக்கள் கேசா? ஒண்ணு கேசா? അയ്യോ അല്ല സാർ. നീ മാരീഡാ? ആ സാർ, എനിക്ക് ഭാര്യയും കുട്ടികളുണ്ട് സാർ. വീട് പണി നടക്കുക. ഗ്രാനൈറ്റ് വാങ്ങാൻ വേണ്ടി തന്നെ ഞാൻ. ಫೋನ್ ಮಾಡು. ಕಾಲ್ ಯುವರ್ ವೈಫ್. ನಾಳೆ ಕಾಲೆಲ್ಲ 11 ಮಣಿಗೆ ತುಂಗೂರು ಕೋರ್ಟ್ಲ ಬರ ಸೊಲ್ಲು വിത്ത് അഡ്വക്കേറ്റ്. സാർ കോർട്ടൊക്കെ എന്തിനാണ് സാർ? ಯಾಕೋ ಕೋರ್ಟ? നീ പോട്ട് തള്ളലിയ മുരുകനെ ജാക്കിലെ വരാല. അവൻ സത്തറ പണ്ടാര മൗനെ. யாராவது கூப்பிடு. கோர்ட்ல 11 மணிக்கு. இது உன்னோட பிரீஃப் கேஸா? അതെ സാർ. உள்ள நல்லா இருக்கு. ഡ്രസ് தெளிவா சொல்லலாம். ഡ്രസ് ഉണ്ട് സാർ. ക്യാഷ് ഉണ്ട്. എത്ര ക്യാഷ്? 6 lakhs. 6 lakhs? नंबर लगा? हाँ सर. अब ಏನು ಕಳ್ನೋಟ? അയ്യോ അല്ല സാർ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ. കഷ്ടപ്പെട്ട? എന്ത് കഷ്ടപ്പെട്ടു? ഫാമിലിയാ? വൈഫാ? அப்பா ஆக்ட்ரஸ் மாதிரி இருக்கு. കോള വേണ്ട സാർ. കൂപ്പിട്ടവളെ സാർ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. എന്റെ ഭാര്യയും കുട്ടിക്കും വേറെ ആരുമില്ല സാർ. സാർ പ്ലീസ്. ஒரு மர்டர் எல்லாம் பண்ணிட்டு அப்படி சும்மா போக முடியுமா? ஓகே, உன்னை சும்மா விடலாம். எனக்கு என்ன கொடுப்பா நீ? இந்த கேஸ் உன்னோட தலைந்து மாத்துறதுக்கு எனக்கு எவ்வளோ கொடுப்பா நீ? இந்த 6 lakhs தருமோ? சார் 6 lakhs கொடுத்தா இந்த ஃபைல் தான் இப்படி கிழிக்கட்டா? സാർ, എന്റെ വീട് പണി തീർക്കാൻ വെച്ചിരിക്കുന്ന പണമാണ് സാർ. ഞങ്ങളുടെ എല്ലാം ഒരു ഡ്രീമാണ് സാർ ആ വീട്. அப்போ ட்ரீம் நடக்கட்டும். 16 years ஜெயிலுக்குள்ள, அப்புறம் ஹேங். அவ்வளோதான். கிளவரா இருக்கணும்ப்பா. டாக்டர் தானே, பிரில்லியண்டா ட்ரிங்க் பண்ணுப்பா. இது மர்டர்னு தெரிஞ்சா எனக்கு மட்டும் இல்ல ஷேர் இப்படியே போயிடும் தெரியுமா? டாக்டர் சார், இந்த மர்டரு நமக்கு ஒரு ஆக்சிடென்ட்ல மாத்தலாம். டாக்டர் சார் இந்த பிக்சர்ல வராது. நீங்க கர்நாடகா கடந்துட்டு இல்ல, இங்க வந்துட்டு இல்ல,
நம்ம நேரடியா பார்த்துட்டு இல்ல. எப்படி கேம் சூப்பர்ல? யோசனை பண்ணு. ಏನು ಡಿಸೈಡ್ ಮಾಡ್ತೀಯಾ? തരാം സർ, അത് മുഴുവനും തരാം. ആ ഗുഡ്. പക്ഷെ സാറോട് എന്നെ ചീറ്റ് ചെയ്യരുത്. സർ ഞാൻ വിളിച്ചില്ല ഡോക്ടർ സാറേ, അവളോതാ. டாக்டர் சார் பேர் என்ன? ராஜீவ். ராஜேஷ் சார் இங்க நல்லா கிடந்து தூங்கி காலையில ஃப்ரெஷ்ஷா போலாம். இந்த டைம்ல வண்டி கிண்டி எல்லாம் கிடைக்காது. பாண்டியா சார், எவ்வளவு நினைச்சு கூப்பிடுறேன். செல் நம்பர் 3ல யாரு? அந்த பிக் பாக்கெட் முத்து இருக்கு சார். முத்து அவனை பிடிச்சு 4ல போட்டுட்டு சாருக்கு 3 கொடுத்துறேன். சார் 3ல தூங்கலாம். பிள்ளை வேணுமா? இல்ல வேண்டாம் சார். இது பர்ஸ் உங்களோட தான் நடுங்க. பொண்டாட்டி குழந்தைங்களும் நல்லா வாழுங்க. ட்ரை பண்றேன். கர்நாடகா விரும்ப வரணும். வரேன் சார். பாண்டியா சார், புது வீட்டுல மார்பிள் போடலாம்னு நினைச்சிருந்தேன். இப்ப கிரானைட் போட்டுடலாம். கேரளாவில் நல்ல கிரானைட் சீப்பா கிடைக்குமா? ಏಯ್, ಇದೊಂದು 1000. ಒಂದೇ ರೋಡ್ ಮುಂದೆ ಹೋಗಿ ನಂಬರ್ 5 ಬಸ್ 4 ಕಿಲೋಮೀಟರ್ ರೈಲ್ವೆ ಸ್ಟೇಷನ್. ഭാര്യയും മക്കളെയും കെട്ടിപ്പിടിച്ചുറങ്ങാൻ ഈ ഭൂമിയിൽ ഒരു മരത്തണൽ മതിയട. അതിനും പറയുന്നത് വീടെന്ന്. നീ പോട്ട് തള്ളലിയ മുരുകനെ ചാക്കില് വരാല. അവൻ സത്ത പണ്ടാര മൗനെ. ഹലോ. ഇന്നലെ രാത്രി മുതൽ ഞാൻ വിളിക്കുന്നു. ഇതെവിടെയാ? ഇങ്ങോട്ടൊന്ന് തിരിച്ചു വിളിച്ചൂടെ? ഓഫ് ആക്കി വെച്ചത് എന്തിനാ രാജീവേട്ട? ഗ്രാനൈറ്റ് കിട്ടിയോ? നീ പറഞ്ഞ സത്യമാടി. ഇവിടത്തെക്കാളും നമ്മുടെ കേരളത്തിലെ ഗ്രാനൈറ്റാ നല്ലത്. രാജീവേട്ട, പിന്നൊരു കാര്യം പറയാനാ ഞാൻ വിളിച്ചേ. എന്തുവാ? രാജീവേട്ട, കൃഷ്ണമാമ മരിച്ചുപോയി. അയ്യോ, ഇന്ന് രാവിലെ ആയിരുന്നു. ഇലക്ട്രോണിക് ഗേറ്റോ പൂന്തോട്ടമോ നടവഴിയോ
ഇറ്റാലിയൻ മാർബിൾ പതിച്ച അകത്തളമോ ജക്കൂസിയോ ഒന്നുമുള്ള ഒരു വീടല്ല രാജീവൻ ഡോക്ടർ പണിഞ്ഞത്. സ്നേഹത്തിന്റെ മേൽക്കൂരയുള്ള, വാത്സല്യത്തിന്റെ ഇടനാഴികളുള്ള, പ്രണയത്തിന്റെ തണുപ്പുള്ള ഒരു വീട്. നമുക്ക് പാർക്കാൻ അത് മതി. ഒരു മരത്തണലിൽ, ഒരു കുടക്കീഴിൽ, ഒരു പുതപ്പിന്റെ തണുവിൽ അവർ ആ വീടൊരുക്കി. ഇന്ന് സ്കൂളിൽ പോണ്ടടാ, മോള് കിടന്നോ? താങ്ക്സ് അമ്മേ.